time of fasting and prayer through the Word of God and the Holy Spirit. Hallelujah. Even tonight we are looking into the Word of God. We want to learn something practically. പ്രാവർത്തിക തലത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ ഇന്ന് രാത്രി പങ്കുവെക്കാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. So let us come close to God with a heart of repentance and expectation tonight. Hallelujah. Praise the Lord. We must know that our God is a good God and He means business with us. Ephesians 3:20. Let's look into the book of Ephesians in chapter 3 and verse 20 today. It's a very, very popular verse. Tonight my desire is to break up the verse. When you divide atom, what happens? Can you somebody help me with the verses? Amen. Hallelujah. So you can do that. You can do that, and then we can. Hallelujah. Praise the Lord. Hallelujah. The devil has very, very small, clever ways of bringing in, destruction to the church. Amen. ശത്രുവിനെ വളരെ ചെറിയതായ വഴിയിൽ കൂടെ സഭയുടെ നടുവിൽ ഭിന്നത കൊണ്ടുവരാനായിട്ട് സാധിക്കും. Destruction. അതിന്റെ നാശം കൊണ്ടുവരാനായിട്ട് സാധിക്കും. But I thank God for discernment that we are able to see these things clearly. Amen. അത് കണ്ട് മനസ്സിലാക്കുവാൻ ആത്മാവിൽ നമ്മളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We must always pray that we will never be used as an instrument to get into relationships. Amen. നമ്മൾ മറ്റുള്ളവരോട് ബന്ധത്തിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ ദൈവജനത്തോടല്ലാതെ ബന്ധത്തിൽ ഇടപെടുവാൻ ഇടയാകാൻ രണ്ട് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ കയറി അവരെ തമ്മിൽ തെറ്റിക്കുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ ആകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. Amen. Hallelujah. We may not do it purposely. We won't do it purposefully. I know that. നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസികളായിരിക്കുന്ന നടുവിൽ ശത്രു കടന്ന് നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ ഇടയാകുന്ന അങ്ങനെയുള്ള വഴികളെ നമ്മൾ ഉണ്ടാകരുതെന്ന്. We won't do it purposely. നമ്മൾ അത് നമ്മുടെ മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യാറില്ല. No, we all believe in unity. നമ്മളെല്ലാവരും ആത്മീയമായി ഒന്ന് ഐക്യത നമ്മളെ പ്രതീക്ഷിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യും. But if we have inside us something which we do not know, some of our acts can bring, God forbid, divisions between believers. ആമേൻ. നമ്മളുടെ ചില പ്രവർത്തികൾ ചിലപ്പോൾ നമ്മുടെ മധ്യത്തിലെ ഡിവിഷൻ കൊണ്ടുവരാനായിട്ട് ഇടയാവും. There was a lady called Mary who lived many years ago. She was known as Typhoid Mary. ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന ഒരു സഹോദരി ജീവിച്ചിരുന്നു. Have you heard of her story? Anybody? നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടോ? Have you? I've spoken this about Mary. You set it up for them. They start moving around. ഈ കഥ പറഞ്ഞിട്ടുണ്ട്. I'll tell you again. In a ship, many years ago, in a ship, some people were traveling. ഒരു കപ്പലില് വളരെ നാളുകൾക്ക് മുന്നേ കുറച്ച് ആളുകൾ യാത്ര ചെയ്യായിരുന്നു. And the ship was completely full of healthy people. ആമേൻ. ആ കപ്പലില് ഉള്ളവരെല്ലാം നല്ല ആരോഗ്യമുള്ളവരായിരുന്നു. But after about a week or 2 weeks in the ship, suddenly people began to have typhoid. ആമേൻ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തില് ടൈഫോയിഡ് എന്ന് പറയുന്ന രോഗം ബാധിക്കാനിടയായി. And everybody was surprised and perplexed. ആമേൻ. എന്നിട്ട് അവരുള്ള കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ട് വളരെ മാനസികമായി സംഘർഷത്തിലായി.
they began to trace the root of this typhoid. ആ ടൈഫോയിഡിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിച്ചു. As they began to look for that, they finally came to the cook. അവസാനമായിട്ട് അത് അവർ ചെന്ന് കണ്ടെത്തിയത് പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന കുക്കിന്റെ. Her name was Mary. അവളുടെ പേര് മേരി എന്ന്. She did not have typhoid. അന്ന് അവൾക്ക് ടൈഫോയിഡ് ഇല്ലായിരുന്നു. She had typhoid 7 years ago. അന്നേരം അവൾക്ക് അല്ലെങ്കിൽ ആ കപ്പലിലുള്ള സമയത്ത് ടൈഫോയിഡ് 7 വർഷം മുമ്പ് ടൈഫോയിഡ് ഉണ്ടായ. She had the germs of this disease inside her. അവളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിൽ ആ ജയം ഉണ്ടായിരുന്നു. Something in the atmosphere activated those germs. കപ്പലിലെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു കാര്യം അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ജയം പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇടയായി. And people began to have typhoid. അത് മുഖാന്തരം കപ്പലിലുള്ള മിക്കവാറും പേർക്ക് അസുഖം ഉണ്ടാകാനായിട്ട് ഇടയായി. Sometimes if you are not careful, some of the things which we were used to before we were born again can be activated because of a particular situation. നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളായിരുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മുടെ അതിൻ്റെ ആ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നത് വീണ്ടും വിശ്വാസത്തിൽ വന്നതിന് ശേഷം അത് Especially in a time of fasting, the devil knows very clearly that this fasting is going to be a success. So he knows he can't do anything openly. So very cleverly, secretly, even without the knowledge of the wonderful believers, he tries to bring in some kind of irritation, some kind of demonic stronghold. Tonight, in the name of Jesus, we are going to break it. നമ്മൾ അറിയാതെ തന്നെ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കുമ്പോൾ ശത്രു അറിയാതെ നമ്മുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ കൊണ്ട് അതിന്റെ നടുവിൽ ഭിന്നത ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും. Tonight, before we go into the Word of God, വചനത്തിൽ കടന്നു പോകുന്നതിന് മുമ്പ് let's all close our eyes. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. And as I tell you some things, I want you to agree with me. ഞാൻ പറയുന്ന ചില കാര്യത്തിൽ നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യണമേ. And then just be cleansed in the name of Jesus. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. And then the great healer will heal us tonight. നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. He's a great healer. അവൻ വലിയ സൗഖ്യം നൽകുന്ന ദൈവമാണ്. Great healer. Tonight you pray for a special anointing upon us as we stand here and minister the word of God. നമ്മൾ ഇവിടെ നിന്ന് മിനിസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിനായിട്ട് ഒരുങ്ങണമേ. Hallelujah. ആമേൻ. സ്തോത്രം. Praise the Lord. സ്തോത്രം. സ്തോത്രം. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. In the name of Jesus, Father, we bless the people of God. Hallelujah. Tonight I want you to say with me, Lord Jesus, please separate us from the works of the flesh, from the effects of the flesh. From today, we want to be separated from the past, good and bad. Every fellowship that has come to us without your desire, we now cancel it in the name of your Son Jesus. We thank you for the gift of discernment in the church. Lord, raise up more people with discernment. In Jesus' name. Amen. Amen. Hallelujah. You know, I thank God. I saw a plane taking off. That's a demonic spirit going away. We are one in the Lord. No weapon that is fashioned against me shall prosper. Against us shall prosper. If you are a healthy person, even if you have a small, in the beginning of a cough or a fever, we will immediately know and we will do what is required. ഒരു ചെറിയ ചുമയാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ പെട്ടെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടതായ പ്രതിവിധി ചെയ്യും. Some of us are very strong in the faith. We don't care. We just move on, even with or without cough. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ശക്തിയുള്ളവരാണെങ്കിൽ ബലപ്പെട്ടവരാണെങ്കിൽ നമുക്ക്
ഈ അല്പപ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ ഫേസ് But as a ചെയ്ത് church, you all are of different levels of faith. നമ്മള് സഭയായിട്ട് നമ്മൾ പല ലെവലിൽ നിൽക്കുന്ന വിശ്വാസികളാണ്. There are people with very little faith. ചെറിയ ആരംഭത്തിൽ കുഞ്ഞുങ്ങളെ പോലെയുള്ള വിശ്വാസമുള്ളവർ. There are people with big faith. വലിയ വിശ്വാസമുള്ളവരുണ്ട്. So as a pastor, we have to take care of everybody. ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ എല്ലാവരെയും ഒരുപോലെ ടേക്ക് കെയർ ഓഫ് ചെയ്യേണ്ട. That is why I prayed like that. Are you അതുകൊണ്ട് okay? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. Turn to your neighbor and smile. Hallelujah. Amen. Hallelujah. We love you in this place, and God, pray that God will do amazing things for you. ദൈവം നമ്മുടെ മധ്യത്തിലെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലെ. Tonight we are going to study this verse in a very special way. Ephesians 3:20. എഫേസ്യൻ 3:20 വാക്യം നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുക. It is very well known to all of us. ഇത് എല്ലാവർക്കും പരിചയമുള്ള വചനമാണ്. It says, "Now unto him that is able to do exceeding abundantly above all that we ask or think, according to the power that worketh in us, unto him be the glory in the church by Christ Jesus throughout all ages, world without end. Amen." ആമേൻ. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകും. You have heard me speak many times about the way to get prayer, answers to prayer. ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് വചനത്തിൽ കൂടെ പ്രാർത്ഥനയുടെ ഉത്തരം എങ്ങനെ ലഭിക്കുമെന്ന്. Tonight I want to ask you a question. ഇന്ന് രാത്രി നിങ്ങളോട് ചോദ്യം I ചോദിക്കട്ടെ. pray God will write it down in your heart. ആമേൻ. ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ അത് എഴുതി വെക്കണം. This word was reminded me as I was driving down with Reena. The Lord suddenly reminded me. This thought came to me. That is why I'm preaching this. ആമേൻ. ഇന്ന് റീനയെ പറ്റി ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന വചനമാണ് നിങ്ങളുടെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ വചനം. Do you have the required expertise in the topic that you are praying to receive from God? ഞാൻ മലയാളത്തിൽ പറയാം. അത് ഞാനത് ഇങ്ങനെ കണ്ടതാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അച്ഛന് കഴിവില്ലാഞ്ഞിട്ടല്ല, ഒരു പ്രത്യേക രീതി പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൽ നിന്നും ഉത്തരം ലഭിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ? How many people understood that? ആമേൻ. ആമേൻ. I'll say that again. It's very important. Do you have the required expertise to receive an answer to the prayer which you are putting towards God? അച്ഛാ ഇനി മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നന്നായി. I want you to understand it very clearly. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അതിന് ഉത്തരം ലഭിക്കുമെന്നുള്ള ഉറപ്പോടുകൂടിയാണോ നമ്മളത് പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാഗൽഭ്യം. ഉറപ്പ് is correct. ഉറപ്പ് കറക്റ്റാ. അച്ഛൻ പറഞ്ഞ കറക്റ്റാ. But I want to use this word പ്രാഗൽഭ്യം. Expertise. Expertise അല്ലയോ? Skill അല്ല. Expertise. My ability. My പ്രാഗൽഭ്യം. Okay. My expert. Do I have the expertise to receive the answer which God wants to give? ആമേൻ. നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ നമുക്ക് ലഭിക്കേണ്ടതായ ഉത്തരം ലഭിക്കാൻ പ്രാഗൽഭ്യം നമ്മളിൽ പ്രാപിച്ചിട്ടുണ്ടോ? Hallelujah. It's very important. ആമേൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. We are all praying people. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. But not everybody receives. ആമേൻ. എല്ലാവർക്കും ഉത്തരം Now ലഭിക്കും. if you look into the book of James, let's go quickly to James chapter 4. നമുക്ക് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് പോകാം. There Apostle James says something very clearly. ആമേൻ. അവിടെ യാക്കോബ് ഒരു പ്രത്യേക കാര്യം വിളിച്ചു പറയുന്നു. In fact, he says in a very tough language, you ask and you do not receive. Because there is a reason. He's telling there is a reason. ചെയ്തു വായിച്ചു പറഞ്ഞിട്ടെ. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടുവേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. So in that church people were asking but they were not receiving. ആമേൻ. ആ സഭയിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് ആ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നില്ല. So there is a situation in our spiritual life where we are asking but nothing is happening. ആമേൻ. നമ്മളുടെ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിൽ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, എന്നാൽ നമുക്ക് അതിന് മറുപടി ലഭിക്കുന്നില്ല. We are going to go a little slow today. Are you is that okay? ആമേൻ. ഇച്ചിരി സാവധാനത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. When we eat a little tough food, we need to chew it and go. ആമേൻ. നമ്മള് കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ നേരം അത് ചവച്ച് അരച്ചെടുക്കണം. There is no hurry because it has to go into our spiritual system. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായതുകൊണ്ട് അതിനായിട്ട് നമ്മൾ. When we are under the rain, it is good. We can speak. You know the difference? Now we are learning something.
നമ്മുടെ ആത്മീയ ഒഴുക്കിലാണെങ്കിൽ നമുക്ക് വളരെ ശക്തിയോടെ വളരെ സ്പീഡോടെ So സംസാരിക്കാം. here the apostle knows that there is a problem with the church. ഇപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്കുള്ള ചില പ്രശ്നങ്ങളെ He's മനസ്സിലാക്കി saying, I know you are praying people. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജനമാണ്, Good. അത് നല്ലതാ. But you are not receiving. എന്നാൽ അതിന് മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. And the reason he's telling the reason here. In his letter he's giving the reason. ഇവിടെ അതിനുള്ള ഉത്തരമായിട്ട് തന്റെ എഴുത്തിൽ സഭയോട് പറയുന്നു. But look at Paul when he writes the letter in Ephesians 3:20. ഇവിടെ എഫേസ്യർ 3:20 പറയുമ്പോൾ he is giving us a better picture. അവിടെ നല്ലൊരു വലിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു better picture. നല്ല കൂടുതൽ ശ്രേഷ്ഠമായ ഉത്തരം തരുന്നു. Hallelujah. That better picture is important. ശ്രേഷ്ഠമായ ആ ഉത്തരം പ്രത്യേകമായിട്ട് തരുന്നു, പ്രാധാന്യമുള്ളതാണ്. Okay, now you see he is saying actually he is talking about an ability of God. ഇവിടെ ദേവദാസൻ സഭയോട് പറയുന്നത് കർത്താവിന്റെ കഴിവ് എത്രമാത്രമാണെന്ന്. We need your we need you to respond. നിങ്ങൾ പ്രതികരിക്കണം. Hallelujah. Because when you respond you begin to receive something. നിങ്ങൾ വചനം ശുശ്രൂഷിക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒഴുക്കിന് ഒരു ശക്തി വ്യാപരിക്കും. Hallelujah. Praise God. Okay. Now Paul is talking about God's ability. ഇവിടെ ദൈവത്തിന്റെ കഴിവിനെ അല്ലെങ്കിൽ അവന്റെ ശക്തിയെ ഇവിടെ പൗലോസ് സഭയോട് അറിയിക്കുന്നു. Actually Paul is not talking about this point. പൗലോസ് ശരിക്കും ഈ കാര്യത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. Paul is talking about something else. അതിന് വേറെ ഒരു കാര്യത്തിൽ ആരംഭിച്ചതാണ് താൻ സംസാരിക്കുന്നത്. But on the way എന്നാൽ അതിനോട് ചേർന്ന് he is talking about God's ability. അതിനോട് ചേർന്ന് ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ശക്തിയെ കുറിച്ച് അവിടെ പൗലോസ് സഭയോട് വെളിപ്പെടുത്തുന്നു. Oh, praise God. Okay. Now let's focus on the ability of God. ദൈവത്തിന്റെ കഴിവിനെ കുറിച്ച് നമുക്ക് അവിടെ Pastor Ji, can you help us with that verse? Now God is able to make all grace abound to you in all things. I think in 2 Corinthians there is a word. 2 Corinthians chapter 9. Again we are talking about 2 Corinthians 9. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. Praise God. Okay. We are focusing on now the ability of God. ദൈവത്തിന്റെ കഴിവ്. We are focusing. Yes. Look at that. 2 Corinthians chapter 9 just verse 8. 2 കൊരിന്ത്യർ 9:8 says God is able. That's all you need to think about now. God is able. ദൈവം സർവശക്തൻ അല്ലെങ്കിൽ മതിയായവൻ. Okay, God is able. Look at this. ദൈവം ശക്തൻ. That's all you focus on that. Amen. Hallelujah. Both James, James, Paul, പൗലോസ്, in both Ephesians and Corinthians they are talking about the ability of God. അവരെല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. We all know God is able. കർത്താവ് മതിയായവനാണെന്ന് നമുക്ക് മനസ്സിലാകും. We all know God can do anything he wants. അവന് ചെയ്യാൻ വയ്യാത്ത ഒന്നുമില്ല, അല്ലെങ്കിൽ അവൻ സകലത്തിനും മതിയായവനാണെന്ന് അവിടെ വ്യക്തമാക്കുന്നു. We are believers. Absolutely we are believers. നമ്മൾ പൂർണ്ണമായ വിശ്വാസികളാണ്. That is why you are all here expecting something from God, because you know God is able. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈവം സർവശക്തനാണ്, അവന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ആമേൻ. Then why can't we receive what we are praying for? എന്നാൽ നമ്മുടെ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി എന്തുകൊണ്ട് ലഭിക്കാതിരിക്കുന്നു? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. Have I brought my first point? എങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പോയിന്റ് കൊണ്ടുവന്നത്? This is not a message for non-believers. This is not an evangelistic message. This is a message for the church, where the church is being taught to become strong, to receive from God. ആമേൻ. ഇത് ഒരു സുവിശേഷ പ്രസംഗമായിട്ടല്ല, എന്നാൽ ഇത് വിശ്വാസികളായിരിക്കുന്ന സഭയിൽ ജീവിതത്തിന്റെ ആത്മീയ തലത്തിൽ നമ്മൾ വളർന്നു വരേണ്ടതായിട്ടുള്ള, വിശ്വാസത്തിൽ വളർന്നു വരേണ്ടതായിട്ടുള്ള കാര്യമാണ്. You are praying, but sometimes we receive, sometimes we don't receive. It's a fact. ആമേൻ. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നാൽ ചിലതിന് ഉത്തരം ലഭിക്കുന്നു, ചിലതിന് ഉത്തരം ലഭിക്കാതിരിക്കുന്നു. How many of you think I'm speaking about you tonight? ആമേൻ. എത്ര പേര് നമ്മളെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നു. Sometimes we get, sometimes we don't get.
ആമേൻ. ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് അതിന് മറുപടി ലഭിക്കും, എന്നാൽ ചില സമയത്ത് നമുക്ക് മറുപടി ലഭിക്കുന്നില്ല. If that is your situation tonight, this message is for you. ആമേൻ. ആ വിധത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ഈ ഇന്നത്തെ ഈ വചന പഠനം നമുക്ക് വേണ്ടിയുള്ളതാണ്. Supposing you have a disease, നമുക്കൊരു രോഗമുണ്ടെങ്കിൽ you prayed നമ്മൾ പ്രാർത്ഥിച്ചു, many times, പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, nothing happened. ഒന്നും സംഭവിച്ചില്ല. Then you say, I prayed, I trusted, nothing is happening. Then that means go and see the doctor. ആമേൻ. ഞാൻ വളരെ ദിവസം ദൈവസന്നിധിയിൽ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിനൊരു വിടുതലൊന്നും കണ്ടില്ല. ഇനി ഞാൻ ഡോക്ടറെ പോയി കാണാം. Hallelujah. ആമേൻ. Praise God. ആമേൻ. There is something which God does. There is something which we do together. The answer comes. ആമേൻ. ദൈവം തൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനോട് ചേർന്ന് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. This church is interested in active cooperation to the word of God and practical Christian life. ആമേൻ. ഈ സഭയിലുള്ള സഭയുടെ ഉപദേശ രൂപം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുകയും വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ നമ്മുടെ ഭാഗം വിശ്വാസത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. Between the two of us, ആമേൻ. ഇതിന്റെ രണ്ടിനും നടുവിൽ, me and God, ദൈവത്തിന്റെയും നമ്മുടെ നടുവിൽ, എന്റെയും നടുവിൽ, every prayer will be answered. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കണം. Hallelujah. കിട്ടും. ലഭിക്കണമല്ല, കിട്ടിയിരിക്കും. Otherwise the word of God cannot be correct. ആമേൻ. അങ്ങനെ നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ വചനം സത്യമല്ല എന്ന് വരും. So God is part, കർത്താവ് തന്റെ പ്രവൃത്തി, we our part, നമ്മുടെ പ്രവൃത്തി, both moving along in one alignment will bring glory to God and answer for our prayers. ആമേൻ. അത് രണ്ടും കൂടെ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ ഒരേ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരേ ലെവലിൽ വന്നു കഴിയുമ്പോൾ അതിന് മറുപടി നമുക്ക് ലഭിക്കും. അത് ദൈവത്തിന്റെ മഹത്വം കൊടുക്കും. Our God is a prayer answering God, have no doubt about it. ആമേൻ. നമ്മുടെ കർത്താവ് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിന് അതിന് യാതൊരു സംശയമില്ല. One reason why we don't get answers is because we don't ask. ആമേൻ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശരിയായ ഉത്തരം അല്ലെങ്കിൽ മറുപടി ലഭിക്കാത്തത് നമ്മളെ ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കുന്നില്ല. And we don't ask because we don't believe that God can help us. എന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തതെന്ന് വെച്ചാൽ കർത്താവ് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി തരുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ല. We don't expect God to work for us. ആമേൻ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. You're all going to say, Pastor, that is not correct. ആമേൻ. നമ്മളെല്ലാവരും ചിലപ്പോൾ പറഞ്ഞേക്കാം, പാസ്റ്റർ അത് ശരിയല്ല. You go and speak to some newborn Christians, we can understand, not us. ആമേൻ. ഒരു പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയോട് പോയി പറഞ്ഞാൽ അത് അവർ വിശ്വസിച്ചേക്കാം, എന്നാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം. Speaking to my brothers and sisters. ആമേൻ. ഞാൻ വിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരന്മാരോട് I'm സംസാരിക്കുന്നു. telling you today, you have an expectation only in the mind. You may not have an expectation in the heart. These are two different levels. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാൽ ഹൃദയത്തിൽ നിന്ന് വരണം. Please understand, our levels are very different in the mind and in the heart. ആമേൻ. നമ്മുടെ മനസ്സിലുള്ള ആ നിലവാരവും ഹൃദയത്തിലുള്ള നിലവാരവും രണ്ടാണെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. That is a fact. ആമേൻ. ഒരു സത്യമാണ്. That is a truth. അത് സത്യം തന്നെയാണ്. അത് പറഞ്ഞപ്പോഴേ ആൾക്കാർ ഉറങ്ങാൻ തുടങ്ങി. There are some truths which we may not like, but it's a fact. ആമേൻ. ചില സത്യങ്ങൾ നമ്മൾ അത് ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ അത് സത്യമാണ്. Right now when I'm speaking that, I sense a movement. ആമേൻ. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രവൃത്തി നടക്കുന്നത്. This is one of the blocks for some people in the church. ആമേൻ. ഇത് ജീവിതത്തിൽ നമുക്ക് സഭയിൽ തന്നെ അത് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. For some people, അത് ചിലർക്ക് they will not take what they can't agree with. ആമേൻ. അവരെ സ്വന്തം ജീവിതത്തില് ചിലത് അത് ഏറ്റെടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തത് അവർ വിശ്വസിക്കുകയില്ല. So we are going to break it today. We have to break it, right? അത് ഇന്ന് രാത്രികാലം അതിനെ ബ്രേക്ക് ചെയ്യണം. If you want God to work for you, God doesn't care for your agreement. He is only interested in what is the truth. That is what he says. ആമേൻ. കർത്താവ് എപ്പോഴും താൻ പറയുന്ന വചനത്തിൽ അതിനോട് നമ്മൾ ചേരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൂ. Because God is God. ദൈവമാണ്. We are his
children. നമ്മളെ കർത്താവിന്റെ മക്കളാണ്. And we have to say yes to some of the facts which he says yes. വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ അതിനെ യെസ് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. Amen. Praise God. Tonight I'm telling you an absolute truth. ഞാനൊരു വളരെ യാഥാർത്ഥ്യ സത്യമായ The Lord is discerning this body of his. തന്റെ ഈ ശരീരത്തെ താൻ തന്നെ വിവേചിക്കുകയാണ് വചനത്തിലൂടെ. ഞാൻ പറഞ്ഞോളാം, ഇത് പറയാം. It's okay. You see, Achan was not really prepared to. I suddenly called him, Okay, listen. You have to be healed. I'm giving you an example. You have to be healed. നമുക്കൊരു സൗഖ്യം ആവശ്യം വന്നിരിക്കട്ടെ. And then you go to the doctor. നമ്മള് ഡോക്ടറുടെ മുമ്പിൽ പോകുന്നു. So for little children, the doctor gives medicine which is sweet to the tongue. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഡോക്ടേഴ്സ് മധുരമുള്ളതായ മരുന്നുകൾ കൊടുക്കും. When I was young, they used to give me a lot of homeopathy. ചെറുപ്രായത്തിലെ ദേവദാസന് ഹോമിയോപ്പതി എന്ന് പറയുന്ന മധുരമുള്ള പഞ്ചസാര. Many people when they are young, they give homeopathy to the children because the children can easily eat it. ആ മരുന്ന് ഹോമിയോപ്പതി ഒരു പഞ്ചസാര ഗ്ലൂക്കോസ് പോലെയുള്ളതാ. അത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായി. They will somehow eat it. അത് ഏത് വിധത്തിൽ അവർ കഴിക്കും. New believers, pastors speak like that. പുതിയതായിട്ടുള്ള വിശ്വാസികൾക്ക് വേണ്ടി ദാസന്മാർ. Turn to your neighbor and say, I'm not a new believer. തിരിഞ്ഞ് വർത്തമാനം പറയാ. പറയാ, I'm not a new believer. I am not a new believer. Hallelujah. I am not a new believer. Hallelujah. Praise the Lord. Amen. Hallelujah. Amen. Any new believers here? No new believers. No, we are all strong old believers. Not all believers, strong believers. വളരെ ശക്തിയുള്ളവരായ വിശ്വാസികളാണ്. Sometimes the medicine we get from the doctor need not be tasty to the tongue. ചിലപ്പോൾ ഡോക്ടറിൽ നിന്ന് പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന മരുന്ന് നാവിന് രുചികരമായില്ല. Some people are very clever. You know what they do? ചില രോഗികൾ എന്നാ ചെയ്യുമെന്ന് അറിയാമോ? They buy the medicine. അവർ ആ മരുന്ന് വാങ്ങിക്കും. And then they don't like the taste. ആ മരുന്നിന്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമല്ല. Then they throw it off. Nobody is watching. They just throw it off. അവര് കാണാതെ അത് കളഞ്ഞ്. Because their tongue cannot receive it. അത് നാവിന് ആ രുചിയെ പിടിക്കാൻ സാധിക്കുന്നില്ല. There is another group of people. ചില മറ്റുള്ളവര് they are scared of swallowing a tablet. ചില ടാബ്ലറ്റ് വിഴുങ്ങുവാനൊരു പ്രയാസമുണ്ട്. Just straight away throw it. When nobody is watching, they show as though they have taken it. They throw it out. അവര് അത് മരുന്ന് എടുത്തു എന്നുള്ള വിധത്തിൽ മറ്റുള്ളവരെ കാണിക്കും, എന്നാൽ അത് കാണാതെ അത് കളഞ്ഞു കളയും. That is how Christians, grown up Christians are. അങ്ങനെയാണ് വളർച്ച പ്രാപിച്ചതുള്ള. They like Shiju pastor. ദേവദാസനെ അവർ ഇഷ്ടപ്പെടും. They like everything about him. ദേവദാസന്റെ എല്ലാ പ്രവൃത്തി എല്ലാ. But when he tells them to take some medicine which is a little not so tasty, they smile at him but they spit out the medicine before they go home. ചില മരുന്നുകള് നമ്മളെ ദേവദാസൻ വചനത്തിൽ കൂടെ പറഞ്ഞു തരുന്നത് അത് നമുക്ക് നല്ല മധുരമല്ലെങ്കിൽ കയ്പുള്ളതാണെങ്കിൽ അത് അറിയാതെ തുപ്പിക്കളയും. So tonight we are going to tell the Lord, it is a little, not according to our taste, not according to our understanding, but you are a loving Father and we are receiving the word tonight. ആമേൻ. കർത്താവേ, നീയാണ് ഞങ്ങളുടെ സ്വർഗീയ പിതാവ്. നീ അവിടെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് രാത്രിക്കാലം ഏറ്റെടുക്കുന്നു. Hallelujah. Accordingly, God is going to do something in our heart. നമ്മളത് അംഗീകരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനായിട്ട് സാധ്യമാണ്. Hallelujah. So we come back to this message tonight. From tonight, you are going to receive the answers to your prayer if you start exercising this. ആമേൻ. ഇന്ന് രാത്രികാലം ഈ തരുന്ന മരുന്ന് നിങ്ങൾ എക്സസൈസ് ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുമെങ്കിൽ ഇന്ന് രാത്രികാലം മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഏറ്റെടുക്കുമല്ലോ. അത് പ്രവർത്തിക്കുന്നെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും. That's one thing I love about this church. Every good word of God, people take it. But whether they use it or practice it is that we are going to break it today. പ്രാർത്ഥന ഏറ്റെടുക്കുക അല്ലെങ്കിൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. You know, in James 1:21, you don't have to go there. Those who hear the word of God and immediately don't do it are like those who see the mirror and forget themselves. You know, it is very clearly written there. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ മുഖം കണ്ണാടിയിൽ കണ്ട് അത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്ന പോലെ വചനം നമ്മൾ കേട്ട് സ്വീകരിക്കും, എന്നാൽ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാം. So tonight we are going to take that tough medicine.
നല്ല ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ ഇന്ന് രാത്രികാലം എടുക്കാൻ പോവാം. Hallelujah. Amen. Praise the Lord. Hallelujah. Praise the Lord. Amen. Amen. Praise the Lord. Amen. Amen. Come on, say amen with me. Amen. Hallelujah. You're not little Amen. children. You're okay. Now, let me show you one way in which God delivers people. ആമേൻ. ഒരു വിധത്തിൽ ദൈവം നമ്മെ വിടുതൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Let us look to John chapter 11. We'll come back here slowly. I told you we are going very slow today. We are slowly going, eating the food. Okay? Amen. ആമേൻ. നമുക്ക് അതിനുവേണ്ടി യോഹന്നാൻ 11-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. By the way, if you want to eat more, എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഭക്ഷിക്കണമെങ്കിൽ eat less. I mean, eat with little speed. ആമേൻ. അങ്ങനെ നമുക്കത് കൂടുതൽ കഴിക്കണമെങ്കിൽ കുറഞ്ഞ സ്പീഡോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ സാവധാന അതിനെ ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷിച്ച് അതിനെ ചവച്ചരച്ച് നമ്മൾ കൂടുതലായിട്ട് സമയം എടുത്ത് കഴിക്കണം. അപ്പൊ കൂടുതൽ. So we are going in that mode. ആമേൻ. ഇന്ന് ആ മെത്തേഡിലാണ് നമ്മൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. Hallelujah. Praise God. Hallelujah. When I go to Amaguti Mama's house, I purposely pray, Lord, please give me extra self-control. ആമേൻ. ആമേൻ. Because some of her dish is very tasty. ആമേൻ. Amen. Praise God. അമ്മക്കുട്ടി സഹോദരിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചില സമയത്ത് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എനിക്ക് കൺട്രോൾ തരണമെന്ന് ഭക്ഷണത്തിൽ. So also many of my sisters. ആമേൻ. അങ്ങനെ പല ഭവനങ്ങളിലും. You know why I pray like that? So that I can eat more. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കഴിക്കുവാനായിട്ട് സാധിക്കും. Okay, Leela, Andy, Amaguti, all of you. Praise God. Amen. Hallelujah. All right. So you see, let's go slow. What I'm trying to tell you is, when we look into John 11, come down, couple of verses where Jesus heard what Lazarus was dead. He was about to die. What would Jesus, look at, when Jesus heard about Lazarus. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പിന്നെ ലാസർ മരിച്ചതായിട്ടുള്ള കാര്യം ദൈവം അറിഞ്ഞപ്പോൾ, യേശു അറിഞ്ഞപ്പോൾ what happened? അവിടെ എന്താ സംഭവിച്ചത്? Jesus did not immediately go and meet with Lazarus. ആമേൻ. അത് കേട്ട ഉടനെ ലാസറിന്റെ അല്ലെങ്കിൽ മാർത്തയുടെ മറിയയുടെ ഭവനത്തിലേക്ക് കർത്താവ് ഓടിപ്പോയില്ല. Jesus said something. ആമേൻ. അവിടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. You know what Jesus said? I don't have to explain that. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. Now you keep on going down. ആമേൻ. നമ്മൾ look at this. 6-ാമത്തെ വാക്യം നോക്കുമ്പോൾ, even when he heard that Lazarus was sick, he stayed in that place 2 more days. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറെ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം കൂടെ പാർത്തു. Why do you think Jesus did that? Let's look at the next verse. എന്തുകൊണ്ട് ദൈവം അത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. After that he tells the disciples, now let's go to Judea. ആമേൻ. പിന്നീട് ശിഷ്യന്മാരോട് യേശു പറയുന്നു, നമുക്ക് യഹൂദയിലേക്ക് പോകാം. Okay, keep going down. I'll show you something. ആമേൻ. ഹല്ലേലൂയ. Again go down. Again go down. ഹല്ലേലൂയ. Now you see verse 11. Jesus makes a statement about Lazarus. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ലാസറിനെ കുറിച്ച് ഒരു വലിയ പിന്നെ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നു. He says Lazarus is sleeping. അവൻ ഉറങ്ങുകയാണ് എന്ന് പറയുന്നു. But I am going to wake him up. അവനെ ഞാൻ ഉണർത്തുവാൻ പോകുന്നു, നിദ്ര കൊള്ളുന്നു. Verse 12. 12-ാമത്തെ വാക്യം. Then he says, Lord, if he is sleeping, he will definitely be healed. ആമേൻ. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. Again, verse 13. ആമേൻ. 13-ാമത്തെ വാക്യത്തിൽ Jesus is talking about his death. ആമേൻ. യേശു അവന്റെ മരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ then Jesus tells them very clearly, Lazarus is dead. ആമേൻ. വീണ്ടും അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലാസർ മരിച്ചുപോയി. Remember the time when he said Lazarus is dead? Next. Verse 15, Jesus says, I am happy I am not there when he is dead, so that you may be able to believe more. ആമേൻ. ശിഷ്യന്മാരോട് വീണ്ടും യേശു പറയുന്നു, ലാസർ മരിച്ച സമയത്ത് ഞാൻ അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് നല്ലതായിരുന്നു, കാരണം നിങ്ങൾ കൂടുതലായിട്ട് വിശ്വസിപ്പാൻ. Don't worry about Thomas, he is a doubtful fellow. Go forward. Now look at this. 17-ാമത്തെ വാക്യം നോക്കാം. When he reached near the grave, it was 4 days. ആമേൻ. യേശു കല്ലറയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ കല്ലറയിൽ ലാസറിനെ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. Now you know that Jesus
reached there, and you know that he raised Lazarus. ആമേൻ. 4 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചെന്ന് കാണാൻ. My point is, എന്റെ പ്രധാന why ഉദ്ദേശം, did Jesus delay in going to Lazarus when he knew that Lazarus was sick? ആമേൻ. എന്തുകൊണ്ട് കർത്താവായ യേശു ലാസർ സുഖമില്ലാതെ കിടക്കുന്നു കേട്ടപ്പോൾ ഉടനെ പോകാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന്? Tell me. ആമേൻ. എന്തുകൊണ്ടാണ്? You can tell any answer. Okay. In what way? If Lazarus, that is true, if Lazarus was there, he would not have died. I mean, if Jesus was there, sorry, thank you, Lazarus would not have died. Because both Martha and Mary say the same thing. So there is not, in other words, there was not an immediate answer to prayer. In fact, whatever they expected, things went against their expectation. When Lazarus was sick, they immediately called Jesus. തന്റെ സഹോദരൻ ലാസർ സുഖമില്ലാതെ ഇരുന്നപ്പോൾ തന്നെ അവര് കർത്താവിനെ ആളയച്ച് വിവരം അറിയിച്ചു. In other words, when things happen, we pray immediately, nothing happens, things go against. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം പെട്ടെന്ന് ലഭിക്കത്തില്ല, എന്നാൽ അതിനെതിരായി അത് സംഭവിക്കുമ്പോൾ. How many of you had experiences like that? Amen. Hallelujah. Yes. Hallelujah. But I want you to know very clearly that he is getting ready to come to you. ആമേൻ. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്, കർത്താവിനൊരു സമയമുണ്ട്, ആ സമയത്തേക്ക് അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയാൻ പാടില്ല. കർത്താവിനൊരു സമയമുണ്ടെന്നല്ല. നമ്മുടെ വിടുതലിന് ആവശ്യമായ സമയത്തിന് വേണ്ടി അവൻ ഓടി വരിക. നമ്മുടെ സമയമല്ലത്. I want you to come clear. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിചാരിക്കില്ല. Praise God. You know, especially that is needed for you. I know this word is coming to you also. Remember, even when you prayed, even when the word came to Jesus, he began to react. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി ചെന്നപ്പോൾ തന്നെ കർത്താവ് ഉത്തരത്തിൽ അതിനുവേണ്ടി മറുപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. What I'm trying to say, the minute you prayed, God's time and your time started. ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ദൈവത്തിന്റെ സമയം നമ്മുടെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. But there is a delay. അവൻ എന്നാൽ ഒരു നീണ്ട സമയമുണ്ട്, അതിന് ഒരു തടസ്സമുണ്ട്. Reason is not your fault. ആമേൻ. അത് നമ്മുടെ തടസ്സമല്ല. Lazarus' fault. No, it's not Lazarus' fault. അത് ലാസറിന്റെ മരണത്തിനുള്ള കാരണത്തിലുള്ള it is not Martha's fault. മാർത്തയുടെ അല്ല. It is not Mary's fault. മേരിയുടെ തെറ്റല്ല. It was, he can't say God's fault, but God is preparing that gap for something even better. ആമേൻ. കർത്താവ് ജീവിതത്തിന്റെ ആ സംഭവങ്ങളുടെ നടുവില് ഇത്രയും സമയം എടുക്കുമ്പോൾ കർത്താവ് അവിടെ മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ കാര്യം അവിടെ ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. What is that good thing? ആ വലിയ നന്മ എന്താണ്? The Bible says Jesus wept. ആമേൻ. അവിടെ യേശു കരഞ്ഞു എന്ന്, അല്ലെ കണ്ണുനീർ വാർത്തു എന്ന് നമുക്ക്. Why did many people have said why Jesus wept? ആമേൻ. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ കരഞ്ഞതെന്ന് പലരും പല വിധത്തില്. Mary was the second person who came to greet Jesus. ആമേൻ. രണ്ടാമത്തെ മറിയ രണ്ടാമതാണ് അതിനെ ഗ്രീറ്റ് ചെയ്യാനായിട്ട്. She also said the same thing. ആമേൻ. മറിയയും അതേ മാർത്ത പറഞ്ഞ അതേ ശബ്ദം തന്നെ. Lord, if you were here, he would not have died. ആമേൻ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു മറിയയും പറഞ്ഞു. Probably Mary was condemning herself. ആമേൻ. മറിയ സ്വന്തം ജീവിതത്തെ പഠിക്കുകയായിരുന്നു. Why? എന്തുകൊണ്ടാണ്? She probably thought it is her drawback that had killed her brother. ആമേൻ. മറിയ വിചാരിച്ചു തന്റെ ജീവിതത്തിന്റെ കുറവ് കൊണ്ടാണ് തന്റെ സഹോദരൻ മരിച്ചത്. Why would Mary think like that? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുവാൻ? Look into John 11:2. ആമേൻ. അതിന് ഉത്തരം യോഹന്നാന്റെ അധ്യായം 11 അധ്യായം 2 വാക്യം നമുക്ക് നോക്കാം. Who was this Mary? മേരി ആരാണ്? Remember, a Mary had gone into the house of a leper called Simon. Yeah. And when Jesus went there, she was standing behind Jesus. She was just crying and crying and crying, and then she used her hair to wipe Jesus' feet. Amen. മറിയ ആയിരുന്ന കർത്താവിന്റെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചു.
അവരുടെ സഹോദരൻ ലാസർ ആയിരുന്നു ദീനമായി കിടന്നിരുന്നത്. ആമേൻ. ഹല്ലേലൂയ. So when Lazarus was sick and died, probably she thought it's because of my sins, because I was a bad woman, and because, okay, Jesus forgave me, but it is my prayerlessness. She was condemning herself. Probably that is why she did not immediately come and meet with Jesus, because after sitting in the presence of Jesus all these days, still her prayer was not answered. She was really hurt and cut. ആമേൻ. മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്ത് പലപ്പോഴും ദൈവവചനം പഠിച്ചിട്ടും ഈ സാഹചര്യത്തിൽ ലാസറിന്റെ കാര്യം കർത്താവിനോട് അറിയിച്ചപ്പോൾ തക്ക സമയത്ത് എത്താതെ തൻ്റെ കുറവ് കൊണ്ടാണെന്ന് മറിയ പലപ്പോഴും ചിന്തിക്കാൻ ഇടയായിട്ടുണ്ട്. Sometimes when the answers go against our expectation, we do all these things. We condemn ourselves. It is our faults. It is our past mistakes. Remember, these things have no value because you are a child of grace. God has already started sending your deliverance. ആമേൻ. കർത്താവ് നമ്മുടെ വിടുതൽ ഓൾറെഡി നമ്മൾ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ അതിന് മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നു, താൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ ഉറക്കാം. Look at that. Go up. Let me show you again. This is the time Jesus wept. Go up, go up, go up. Now keep going. Verse 37. See, some of the Jewish people said, could not this man which opened the eyes of the blind have caused that even this man should not have died? You can read that. Amen. Amen. And see what Jesus does immediately after that. Jesus again cried. Hallelujah. Does it make anything to you? The people around you have a way of sympathizing with us. ആമേൻ. നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളുടെ പ്രശ്നങ്ങളെ കണ്ട് നമ്മളോട് അനുകമ്പയും സഹതപിക്കുകയും ചെയ്യുന്നു. You know, it can be said, oh, they are going to this Pentecostal church, New Testament pattern just for so many years. Jesus has healed, given them this deliverance. Jesus has given that brother deliverance. Cannot Jesus give deliverance to this brother and sister also? ആമേൻ. ഇവിടെ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ എടുത്താൽ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ പല സഭകളിൽ നിന്ന് ഇവിടെ ഈ സഭയിൽ വന്നിട്ട് മറ്റുള്ളവർ നമ്മളെ നോക്കിയിട്ട് പറയാം, അവർ വിശ്വാസത്തിലെ കർത്താവിൻ്റെ മക്കളായിട്ട് പോയ അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കൊക്കെ വിടുതൽ ദൈവം നൽകി, എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ലഭിക്കുന്നില്ല? Hallelujah. Isn't that what they are doing? ആമേൻ. അതല്ലേ അവിടെ സംസാരിക്കുന്നത്. They are saying things in a way as though Jesus made a mistake. ആമേൻ. അവിടെ കൂടെ വന്ന ആൾക്കാർ പറയുന്നത് കർത്താവ് യേശു ഒരു തെറ്റ് ചെയ്തു എന്നുള്ള വിധത്തിലാണ്. So if you look at the three reactions, അവിടെ മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ കാണാൻ. അവരുടെ let us say Mary works in condemnation. ആമേൻ. മറിയ സ്വന്തം ജീവിതത്തിന്റെ കുറവുകളെ കണ്ട് പരിതപിക്കുന്നു. Martha has a complaining mind. We saw that this morning. Martha പിന്നെ എപ്പോഴും പരിതപിച്ചുകൊണ്ടിരിക്കുന്നു. And the people around that place were complaining about Jesus. ആമേൻ. ആ സമയത്ത് അവിടെ വന്ന് കൂടിയിരിക്കുന്ന ജനം മുഴുവനും കർത്താവിന്റെ കുറവായിട്ട് അതിനെ കാണുന്നു. Hallelujah. We can find people, believers, always in some of these things. ആമേൻ. നമ്മുടെ മധ്യത്തിൽ നമുക്ക് വിശ്വാസികളിലും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുവാനായിട്ട്. Sometimes the problem is not with Jesus, it is with the pastor. ആമേൻ. ചിലപ്പോൾ യേശുവിനെ കുറിച്ച് എല്ലാവർക്കും പറയുന്നത് സഭയുടെ പാസ്റ്ററെ കുറിച്ചാണ്. There is some connection point between your miracle and God. ആമേൻ. നമ്മുടെ അത്ഭുതത്തിനും കർത്താവിനും ഇടയിൽ ഒരു പ്രത്യേക connection point. ഒരു കണക്ഷൻ ഉണ്ട്. Hallelujah. That is the point which we are going to set right today. ആമേൻ. ആ പോയിന്റ് സ്ഥാനമാണ് നമ്മൾ ഇന്ന് കർത്താവുമായിട്ട്. Let's come back to this verse. Precious saints, God is able. ആമേൻ. നമുക്ക് ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. കർത്താവ് എല്ലാത്തിനും മതിയായ. He is forever able. ആമേൻ. എല്ലാത്തിനും മതിയായവൻ. Remember when Daniel prayed, immediately God sent the answer. ആമേൻ. ദാനിയേൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന തുടങ്ങിയതിന് മുമ്പ് തന്നെ കർത്താവ് അതിന്റെ. That shows the good character of God. ആമേൻ. ദൈവത്തിന്റെ നല്ല സ്വഭാവം അവിടെ കാണിക്കുന്നു. God does not keep you waiting. ആമേൻ. നമ്മളെ അത് പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേണ്ടി അത് താമസം അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല. Amen. Praise God. How do I know it? അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? The Bible says in another place, ആമേൻ. വേറൊരു ഭാഗത്ത് ദൈവവചനം പറയുന്നു, if you have something and if your friend asks you, നിന്റെ സഹോദരൻ കൂട്ടുകാരൻ വന്ന് give ചോദിച്ചാൽ it.
അത് കൊടുക്ക. If God tells that to us, അത് നമ്മളോട് ദൈവം പറയുന്നുവെങ്കിൽ, acha, that is the character of God. അത് ദൈവത്തിന്റെ സ്വഭാവമാണ്. He doesn't have to keep you or me or you waiting. Come tomorrow, come day after tomorrow, you fast again, you pray again. He is not a God like that. The minute you and I ask, he is immediately willing to give. Amen. Amen. കർത്താവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും അത് ആ നേരത്തെ തന്നെ നമുക്ക് തരുവാനായിട്ട് ദൈവം റെഡിയാ. അതിനായിട്ട് ദൈവം തയ്യാറുമാണ്. Church, receive that character of God in Jesus' name today. ആമേൻ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. Our God is concerned about everything about us. ആമേൻ. കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തരവാദിത്തമുള്ളവനാണ്. He called us, that is why we stepped out. നമ്മളെ ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിൽ. Yes, we can take this step only if God calls us. ആമേൻ. നമ്മളെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ തന്നെ ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മൾ. Not because of us. നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ല. We love him because he loves us first. ആമേൻ. അവൻ കർത്താവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നമ്മൾ അവനെ സ്നേഹിക്കുന്നു. He's a responsible God. അവൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ദൈവം. Oh, how do I know that? അതെങ്ങനെ മനസ്സിലാക്കാം? Jesus said, യേശു പറഞ്ഞു, if you being evil, ആമേൻ, നിങ്ങൾ ദോഷികളാണെങ്കിലും, if you know how to give good gifts to your children, ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, how much more your heavenly Father wants to give the Holy Spirit to those who ask. ആമേൻ. സ്വർഗീയ പിതാവ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും? ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിനെ തരും? Praise God. Hallelujah. So please have this attitude about God always. My Father is a giving Father. My God is a giving God. My God is not a miser. My God has plenty to give and to give. ആമേൻ. നമ്മുടെ സ്വർഗീയ പിതാവ് എപ്പോഴും നമുക്ക് തരുവാൻ മനസ്സുള്ളവനാ. എല്ലാ സമയവും അതിന് അവൻ ഒരുക്കമാ. അവൻ ഒരു കഞ്ചൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത പിശുക്കനായിട്ടല്ല, എന്നാൽ ദൈവത്തിന് സകലമായിട്ടുണ്ട്. It talks about the Holy Spirit. He gives പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ ദൈവം തരുവാനാണ് without limit, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കുറവുമില്ലാതെ, exceedingly abundant, more than we, ഞാൻ എത്തിക്കുത്തിയാ നിൽക്കുന്നത്, more than we ask or think. നമ്മൾ വിചാരിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി നമ്മെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിനെ തരാൻ അവൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നു. Did you see this fan? ഫാൻ കണ്ടോ? Did you see this fan? Anybody? Is there anything wrong in this fan? Exactly. You know how I saw the fan was that side? This is part of the message. It's a demonstration. I didn't do it purposely. I saw some of you were struggling without the right wind. A fan on akiyada. Okay, keto. But some of you were like that. Okay, we'll place it in such a way. Okay, that also man place in such a. Okay, now listen. The fans are here. Some of you are hot. Some of you are cold. According to your need, the Lord can bring his answers. Sometimes we ask for things which we don't need. You know, supposing my little daughter asks me, okay, let's go and take a license. I'll ask her, you don't need a license now, shut up, I'll drive you. Because I can't trust you yet with the car. You think you can. That is your mind. I like that. Good. But you need to have a strong heart before you decide to drive. Hallelujah. Praise God. Amen. Hallelujah. Sometimes we are asking God for things which we don't need today. Ask God, Lord, I need certain things. I'm going to pray for that. നമുക്ക് ഇന്ന് ആവശ്യമുള്ള ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ
ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കും. Focus on your needs. നമ്മുടെ ആവശ്യം എന്താണെന്ന് Start asking there. അവിടുന്ന് ആ കാര്യത്തെ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കും. Okay, let's come back now. Let's forget about the fan now. Let's come back to the word of God. So there is a connection point between God and your miracle. നമ്മുടെ അത്ഭുത പ്രവർത്തിക്കും ദൈവത്തിനും ഇടയിൽ ഒരു സമയമുണ്ട്. Now we are going to look into another part to understand the connection point. ആ ഭാഗം നമുക്ക് മനസ്സിലാക്കുവാൻ ഞാൻ വേറെ ഒരു ഭാഗം നാം വായിക്കാം. Let me ask you, after listening so much, how many of you have an expectation now that you can get something from God? ഇത്രയും പറഞ്ഞതിനകത്ത് ഇത്രയും നേരം വചനം പറഞ്ഞതിനകത്തുനിന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ള ഉറപ്പ് എത്ര പേർക്ക് ലഭിച്ചു? ആ ഉറപ്പ് അങ്ങോട്ട് വരുന്നുണ്ടോ? ആമേൻ. അതങ്ങോട്ട് ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജ് തകർക്കാൻ ശത്രു ഒരുപാട് ശ്രമിച്ചാൽ നടക്കത്തില്ല. Because this message has to reach you to lift your faith. ആമേൻ. ഇന്ന് ഈ വചനം നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ആവശ്യമായ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ഉയർത്താൻ. Yes, now let's go to Acts chapter 3. ആമേൻ. അപ്പോസ്തലർ പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് കടന്നു പോകാം. And we are talking about the connection point now. അപ്പോൾ അവിടെയുള്ള നമ്മെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള God is able. ദൈവം മതിയായവനാണ്. God can do it now. കർത്താവിന് ഇപ്പോൾ ചെയ്യാം. He is willing to do it now. ഇപ്പോൾ ചെയ്യാൻ മതിയായവനാണ്. Whether he will do it or not is our issue. That's all. ആമേൻ. ദൈവം അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. God is able. ദൈവം മതിയായവൻ. God can do it. അവനെ കൊണ്ട് സർവ്വം ചെയ്യാൻ കഴിയും. And God will do it. കർത്താവ് ചെയ്തിരിക്കും. Will he do it now? അവൻ ഇപ്പോൾ ചെയ്യുമോ? നമ്മുടെ പ്രശ്നം അതേ ഉള്ളൂ. ആമേൻ. That is the only area we have a problem. ആമേൻ. അത് അവിടെ മാത്രം. Everything else we are okay. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓക്കേ പറയും. ശരിയല്ലേ? ദൈവം ചെയ്യുമോ എന്ന്. Because there are things that is pressing in our heart. ആമേൻ. അത് നമ്മുടെ ഹൃദയത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. I want to do it now. അപ്പോൾ കർത്താവിനോട് നമുക്ക് പറയാം ഇപ്പോൾ ചെയ്യണം. Lord, there are things I am praying. I want a ministry. Okay, 5 years I am ready to wait. I know God will call me. I know God will send me to Africa. Praise the Lord. But right now there are pressing needs in my life. ആമേൻ. മിനിസ്ട്രിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അത് നമുക്ക് പഠിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഹൃദയത്തെ മതിക്കുന്നതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ കർത്താവ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചോദിക്കാം. Hallelujah. Keep going. I'm going to show you the connecting point. ആമേൻ. ആ കണക്റ്റിംഗ് കോഡ് ഇവിടെ കാണിക്കാനായിട്ട് പോവാ. Look at this. No minute. Verse 12. Verse 12, 12ാമത്തെ വാക്യം. It says, keep going. I'm looking for a verse which came to me now. Amen. Keep going. The name of Jesus. Where is it? Keep going. This is it. This is the one. Verse 16. Acts 3:16. Very important. ഇവിടെ 16ാമത്തെ വാക്യം പ്രത്യേകം. ഇത് കടിച്ച് ചവച്ച്, you have to bite it, chew it, and slowly bring it. ആമേൻ. ഇത് നല്ലപോലെ പിന്നെ അയവറക്കണം. This is പാവയ്ക്ക തോരൻ, not beef fry. ആമേൻ. ഇത് പാവയ്ക്ക തോരൻ കൈപ്പുള്ളതാ. Because beef fry is good for the mouth. ആമേൻ. ബീഫിന്റെ ഫ്രൈ ഉണ്ടാക്കി അത് തിന്നാൻ വളരെ സ്വാദുള്ളതാ. This is not chicken fry or fish fry. അത് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും അല്ല. This is പാവയ്ക്ക. ഇത് bitter gourd. Oh, is it? This is bitter gourd. Hallelujah. Are you ready to eat it? ആമേൻ. bitter gourd നിങ്ങൾ റെഡി ആണോ അത് കഴിക്കാൻ? Hallelujah. Remember, it may not feel good to you, but it goes into your spirit. You become strong. ആമേൻ. ഇത് ആദ്യം നമുക്ക് വളരെ പ്രയാസമായി തോന്നും. എന്നാൽ അത് നമ്മുടെ ആത്മാവിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വളരെ അനുഗ്രഹമായി തീരും. Oh, this is something which you have to really chew up. ആമേൻ. ആമേൻ. ഇത് നമ്മൾ നല്ലപോലെ ചവച്ച് അരച്ച് എടുത്താലേ പറ്റുള്ളൂ. You see, I want you to divide this verse into a couple of parts. Let us make one portion here. ആമേൻ. ഇത് പല ഭാഗങ്ങളായി തിരിച്ചു വെക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ. That's enough. നമുക്ക് പാവയ്ക്ക കഴിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് പാവയ്ക്ക കഴിക്കാം. Shall we have bitter gourd? ആമേൻ. Are you with us still now? ആമേൻ. Okay. What does this mean? ഇതിന്റെ അർത്ഥം എന്താണ്? His name, through faith in his name. ആമേൻ. അവന്റെ നാമത്തിലെ No, that is one thing. അവന്റെ പറയാറായിട്ടില്ല. Don't say അവന്റെ നാമം. His name, through faith in his name. Why can't Peter say the name of Jesus has lifted this man up? അവിടെ പിന്നെ പത്രോസിന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ
യേശുവിന്റെ നാമം അവിടെ പിന്നെ അവനെ ഉയർത്തിയത്. യേശുവിന്റെ നാമം അവനെ ഉയർത്തുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാ? But look at what Peter says. ആമേൻ. അവിടെ എന്താ പത്രോസ് പറഞ്ഞത്? The name of Jesus, അവന്റെ നാമത്തിലെ, through faith in the name of Jesus, അവന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ. Oh, if that is the only thing, Julie, that is all you need to say. Hey guys, have faith in the name of Jesus. Everybody in Revival Church has tremendous faith in Jesus. That is why you are sitting here. ആമേൻ. പിന്നെ ഫിലഡൽഫിയ റിവൈവൽ ചർച്ചിലുള്ള വിശ്വാസികൾക്കെല്ലാം വളരെ ശക്തമായിട്ട് വിശ്വാസമുണ്ട്. We believe in Jesus. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. And you are all saying so many things. ആമേൻ. നമ്മൾ ഒരുപാട് Okay, why don't you pray and ask God for an understanding here? ഇവിടെ നമുക്ക് ഒരു പുതിയ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് ലഭിക്കേണ്ടത്. This man has been made strong. ആമേൻ. ഇവിടെ ആ വിശ്വാസത്തെ വളരെ ശക്തിയായിട്ട് കാണിക്കുന്നു. This man has been made strong. ഈ മനുഷ്യൻ ബലപ്പെട്ടു. ആ മനുഷ്യൻ രോഗിയായിരിക്കുന്ന മനുഷ്യൻ ബലപ്പെട്ടു. ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. But who did it? അത് ആര് ചെയ്തു? Jesus Christ did it. ആമേൻ. How did he do it? എങ്ങനെയാണ് അവൻ ചെയ്തത്? Through the disciples. അയ്യോ, നമ്മളിപ്പോ വലിയ ഗഹനമായിട്ടൊന്നും ചിന്തിക്കണം. Just what is ഭയങ്കര ആഴത്തിൽ അവർ കുഴിക്കാൻ തുടങ്ങി. നമുക്ക് ഒരുമിച്ച് കുഴിക്കാം. We will dig together. തന്നെ കുഴിക്കണ്ട. I have a sister in New York. The minute I say something, she'll jump up and say everything which she knows, which is not right. You know? So listen. Somebody has delivered this man. That's all we need to know. ഇവിടെ ആരോ ഒരാള് അവനെ സൗഖ്യമാക്കി. Okay? Who is that? We know who it is. ആരാണെന്ന് നമുക്കറിയാം. Jesus did it. യേശു ചെയ്തതാണ്. Question: how did he do it? അത് കർത്താവ് എങ്ങനെയാ ചെയ്തത്? Okay, that is right. അമ്മാമ ഏതായാലും ആഴത്തിലേക്ക് പോയില്ല. Peter, he did it through Peter, James, John ഉണ്ടായിരുന്നു. Peter, James and John. Peter and John. Okay, Peter and John. Okay, that's it. Stotram. Thank you, Lord. Thank you. You're doing amazing things. So Peter and John, he did it through them. Amen. തന്റെ ശിഷ്യന്മാരായ പത്രോസും യോഹന്നാനിൽ കൂടെ ഈ അത്ഭുത പ്രവൃത്തി അവിടെ ചെയ്തു. Peter and John together make a body. ആമേൻ. പത്രോസും യോഹന്നാനും കൂടെ അവിടെ ഒരു ശരീരമായി മാറി. 2 or 3 people are gathered somewhere, I am with them. ആമേൻ. 2-3 പേർ ഒരുമിച്ച് എവിടെ കൂടിയാലും എന്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്. Hallelujah. ആമേൻ. Jesus Christ is right now with the Father. ആമേൻ. ഇപ്പോൾ യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. 2 people are there, Peter and John. ഇവിടെ താഴെ പത്രോസും യോഹന്നാനും ഒന്നിച്ചുണ്ട്. The beggar is sitting there. അവിടെ ഭിക്ഷക്കാരൻ ഇരിപ്പുണ്ട്. He has no access to God. ആമേൻ. ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. He has no access to Christ. ദൈവത്തോട് യാതൊരു ബന്ധമില്ലാതിരിക്കുന്നു. For all we know, he may be a Jew. ആമേൻ. ഒരു യഹൂദനായെന്ന് മാത്രമാണ്. So who is the connecting point? ആരാണ് ദൈവവുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നത്? Peter and John are the connecting point. പത്രോസും യോഹന്നാനുമാണ് അവനും ദൈവവുമായിട്ട് ബന്ധം കൊണ്ടിരുന്നത്. ഇത്രയും പിടികിട്ടിയവരെല്ലാം, those who understood that, please lift your ആമേൻ. hands. ഹല്ലേലൂയ. സ്തോത്രം. Now what is the connecting point called here? അത് പറയുന്നവർക്ക് ഇന്ന് ഇച്ചിരി മോര് കൂടുതൽ തരാം. Who has got a connecting point? ഇവിടെ ആരാണ് കണക്റ്റിംഗ് പോയിന്റ് ആയിട്ടിരിക്കുന്നത്? What is the name of the connecting point? ആമേൻ. ആമേൻ. ഇവിടെ ആരാണ്? ഇവിടെ 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 ഇതൊക്കെ ശരിയാ. ഇവിടെ നോക്കി പറ. So is it okay to say James and John, no, Peter and John is the name of Jesus? ആമേൻ. അവിടെ നമുക്ക് ഈ ഒരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസും യോഹന്നാനും യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ മേൽവിലാസമാ. മേൽവിലാസം. I want you to know a truth. This is an absolute truth which will not change. ആമേൻ. ഈ സത്യം ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. Do you know the real church is the address of heaven in this place, in this world? ആമേൻ. ഈ ലോകത്തിൽ സ്വർഗ്ഗത്തിന്റെ നാമം വെളിപ്പെടുത്തുന്ന സഭ. Address. When the devil looks, ആമേൻ. ശത്രു നമ്മളെ നോക്കുമ്പോൾ, when God begins to deliver people outside, ആമേൻ, മറ്റുള്ളവരെ ദൈവം വിടുവിക്കാനായിട്ട് സഭയ്ക്ക് പുറത്തുള്ളവരെ he gives them an address. അന്നേരം ഒരു വലിയ നല്ല നമ്മുടെ അഡ്രസ് കൊടുക്കും. മേൽവിലാസം അഡ്രസ് കൊടുക്കും. എല്ലാവർക്കും അഡ്രസ് എന്ന് അറിയാച്ചാ. It is this my church. ഇത് എന്റെ സഭയാണ്. Go to Revival Church because it is my address. എന്റെ സഭയാണ്, എന്റെ പേര് അറിയുന്ന സഭയാണ്. Or go to such and such a church where my address, that is my address, my presence in this world. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സഭയാണ് ഇതെന്ന് ദൈവം അവരോട് വെളിപ്പെടുത്തും. That is why we see Peter saying his name, ആമേൻ, through faith in his name
has made this man strong. ആമേൻ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുന്നതും അറിയുന്നതും ചെയ്യുന്ന Peter is saying, ബലം പ്രാപിക്കും. Peter is saying, number one, Peter is saying, പത്രോസ് പറയാണ്, God has healed this man using God's own name which is upon us. ആമേൻ. പത്രോസ് അവിടെ പറയുന്നത് സത്യം ഇതാണ്, കർത്താവിന്റെ നാമത്തിൽ ആ നാമം വഹിച്ചിരിക്കുന്ന ഞങ്ങളിൽ കൂടെ അത് ഈ അത്ഭുത പ്രവൃത്തി നടന്നു. Rachel sister told me faith. Praise God. Then I asked a question. God bless her. Okay, listen. God, the name of Jesus is there. ആമേൻ. ദൈവത്തിന്റെ നാമം അവിടെ ഉണ്ട്. Which is the name of Jesus. ആമേൻ. അതാണ് His character and his authority. I told you about it. ആമേൻ. നാമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയും ക്യാരക്ടറും The വെളിപ്പെടുത്തുന്നതാണ്. same thing is there on the earth. ആമേൻ. അത് തന്നെ ഇവിടെ താഴെ പത്രോസിന്റെ Peter and John are the name of Jesus. പത്രോസും യോഹന്നാനും ദൈവത്തിന്റെ നാമം വഹിക്കുന്നവരാണ്. Now there is a connection point. അത് അവിടെ ദൈവമായിട്ടൊരു കണക്ഷൻ. God raised up that beggar ആ ഭിക്ഷക്കാരനെ ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവന്റെ through his faith. ഈ പിന്നെ ദൈവത്തിന്റെ നാമം വഹിച്ചിരുന്ന സഹോദരന്മാരിൽ കൂടെ അത് പ്രവർത്തിച്ചു. Hallelujah. ആമേൻ. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയണം എനിക്ക്. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. I'll give you a simple example. ഒരു ലഘുവായ ഉദാഹരണം പറയാം. President of India or the President of America. ആമേൻ. അമേരിക്കൻ പ്രസിഡന്റ് He wants to talk to the President of India or the Prime Minister of India. ആമേൻ. ഇന്ത്യയുടെ പ്രസിഡന്റിനോട് സംസാരിക്കണമെങ്കിൽ What does he do? എന്താണ് താൻ ചെയ്യുന്നത്? He take the phone 01191. Hello, this is President. He doesn't say like that. ആമേൻ. അവിടെ പിന്നെ 911 വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. He speaks to the secretary, which you meant ambassador in India, or the ambassador of India is connected through his own people. He talks to his consulate in India. ആമേൻ. അമേരിക്കൻ കൗൺസിലേറ്റ് ഇന്ത്യയിലുള്ള അംബാസിഡറോട് പ്രസിഡന്റ് സംസാരിക്കും. Not the president. The president speaks to the secretary. The secretary gets in touch with the consulate office of the United States in India. ആമേൻ. ഹല്ലേലൂയ. പിന്നെ പ്രസിഡന്റ് തന്റെ പേഴ്സണൽ ഓഫീസറുള്ളവരോട് പറഞ്ഞിട്ട് ഇന്ത്യയിലുള്ളതായുള്ള അമേരിക്കൻ കൗൺസിലേറ്റിലെ Not to the Indian consulate. അമേരിക്കൻ കോൺസുലേറ്റ് Through the American consulate he conveys. And then the American consulate gets in touch with the Indian consulate. അമേരിക്കൻ അല്ല ഇന്ത്യൻ അമേരിക്കൻ കോൺസുലേറ്റിലുള്ളവരെ ഇന്ത്യൻ കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെടും. Hallelujah. ആമേൻ. And they make the appointment. അവിടെ അവരെ ഒരു അപ്പോയിന്റ്മെന്റ് ടൈം കൊടുക്കും. So there is a channel. ആമേൻ. അവിടെ നമുക്കൊരു ഒരു ചാനൽ കാണാം. Everybody knows what a channel means. ആമേൻ. Now listen to me carefully. Now this is very important. ഇവിടെ ഒരു പ്രധാന കാര്യം ഞാൻ പറയട്ടെ. We have a channel. നമുക്കൊരു ചാനലുണ്ട്. How? നമുക്ക് എങ്ങനെയാ? Christ Jesus is our channel. യേശുക്രിസ്തു നമ്മുടെ ചാനലായി. Christ who is living by the side of the Father is also in your heart. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. Amen. Through that connection, ആ ചാനലിൽ കൂടെ God begins to work. ആമേൻ. ദൈവം നമുക്ക് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. Is it clear? ആമേൻ. It's very clear. ആമേൻ. Now you are all connected. ആമേൻ. നമ്മൾ എല്ലാവരും കർത്താവിനോട് ബന്ധപ്പെട്ട All of us are connected. ആമേൻ. എല്ലാ വിശ്വാസികളും കർത്താവിനോട് കണക്ട്. Still our problem is not over. ആമേൻ. എന്നിട്ടും നമ്മുടെ പിന്നെ We are not under the name of any denomination. നമ്മൾ വേറെ ആരുടെയും കീഴിലല്ല. We are a free church. നമ്മളൊരു പിന്നെ സ്വതന്ത്രമായിട്ടുള്ള Our headquarters is in third heaven. നമ്മുടെ ഹെഡ്ക്വാർട്ടർ മൂന്നാം സ്വർഗ്ഗത്തിലാണ്. Hallelujah. Not in Kumbanad or Molakula or Tiruvalla or any place. We are straight at the third heaven. Amen. നമ്മൾ നേരിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്. But still it is not happening. ആമേൻ. എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും? Okay, let us go back to the old example. അവന്റെ പഴയ ഉദാഹരണത്തിലേക്ക് കടന്നു പോകാം. Let us say the president of a particular country wanted to get into, I don't want to use names. Supposing the consular officer is sleeping. കൗൺസിലർ ഓഫീസർ ഉറങ്ങുകയാണെങ്കിൽ he will not be able to receive what the president is saying. ആമേൻ. പ്രസിഡന്റ് പറയുന്ന ആ മെസ്സേജ് സ്വീകരിക്കാൻ പുള്ളിക്ക് കഴിയത്തില്ല. Supposing the fax or the telephone line is not working, he won't be able to get the message. ടെലിഫോൺ ലൈനോ അല്ലെങ്കിൽ താൻ ഓണാക്കി വെക്കേണ്ട പല മെഷീനും ഓഫ് ആണെങ്കിൽ he won't get the message. അതിന് മെസ്സേജ് കിട്ടും. Hallelujah. Precious saints, I want you to know one thing. ആമേൻ. നമ്മള് വിശ്വാസിയെ when you pray,
നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ sometimes God sends instructions to you. ആമേൻ. ചില സമയങ്ങളിൽ നമ്മൾക്ക് വേണ്ടി ചില ഇൻസ്ട്രക്ഷൻസ് തരും. We may put we may not be listening, hearing it. നമ്മളത് കേൾക്കുന്നില്ല പലപ്പോഴും. We may put the fax machine off. നമ്മുടെ ഫാക്സ് മെഷീൻ ചിലപ്പോൾ ഓഫ് ആയി. Or we may not like the consular office of the other country. ആമേൻ. മറ്റുള്ള ദേശത്തെ ആ കൗൺസിലിംഗ് ഓഫീസ് എനിക്ക് ഇഷ്ടമല്ലായിരിക്കും. We may not like the instructions. ആ ഇൻസ്ട്രക്ഷൻ ഏറ്റെടുക്കാനായിട്ട് And കഴിയാത്തതായിരിക്കാം. the flow does not complete. ആ ചാനൽ അത് ആ മെസ്സേജ് ഒരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല. We think that the channel is open. ആമേൻ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആ ചാനൽ ഓപ്പൺ ആണ്. But the channel is not open. അത് പൂർണ്ണമായിട്ട് ഓപ്പൺ അല്ല. God is right. ദൈവം ശരിയാണ്. We are connected to God. ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടവരാണ്. Still nothing is happening. എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. The instruction has not come correctly. അവിടുന്ന് അയക്കുന്ന ഇൻസ്ട്രക്ഷൻ നമുക്ക് When Jesus was about to raise Lazarus, ലാസറസിനെ ഉയർത്തുവാനുള്ള സമയം immediately he knew that Lazarus was going to die and then he is going to raise him up. ആമേൻ. ലാസറസ് സുഖമില്ലാതെ കിടക്കുമ്പോൾ തന്നെ കർത്താവിന് അറിയാമായിരുന്നു അവൻ മരിക്കും, എന്നാൽ മരണത്തിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിക്കാൻ. When there is a problem in our life, the number one thing we should do is to say, God, what do you have to say about it? Let me hear what you have to say about it. ആമേൻ. നമുക്കൊരു പ്രയാസമോ പ്രതികൂലമോ ഉള്ളപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കണം, കർത്താവേ നീ എന്താണ് ഇതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ കേൾക്കട്ടെ. When one of our brothers, a very important person, one of our brothers in the church went through a problem. ആമേൻ. നമ്മുടെ ഒരു സഹവിശ്വാസി വലിയൊരു പ്രയാസത്തിൽ കടന്നുപോയി. Immediately I sensed this was a devil's attack. ആമേൻ. അത് ശത്രുവിന്റെ പോരാട്ടമാണെന്ന് മനസ്സിലായി. You did not know some of the trouble we went through. ആമേൻ. നമ്മൾ ചില സാഹചര്യങ്ങൾക്ക് കടന്നുപോയത് എല്ലാവർക്കും അറിയത്തില്ല. The devil tried to keep one of our brothers away from the Sunday service. ആമേൻ. ഞായറാഴ്ചയുടെ ആരാധനയിൽ നിന്ന് ഒരു സഹോദരൻ മാറ്റി നിർത്താൻ വളരെ ശ്രമിച്ചു. Yes, it was definitely an act of witchcraft. അത് ഒരു വിച്ച്ക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ ശത്രുവിന്റെ ഒരു വലിയ തന്ത്രമായിരുന്നു. As I sensed it, I immediately said, Lord, we cancel witchcraft. We want that brother here on Sunday morning. ആമേൻ. ദേവദാസൻ അത് മനസ്സിലാക്കി ഉടനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞായറാഴ്ചത്തെ ആരാധന ദേവദാസൻ ഇവിടെ കടന്നു വരണം. Immediately there was no hindrance at all. ആമേൻ. അത് അന്നേരമേ ക്യാൻസൽ ആയി പോയി. So the minute you see a problem, my precious brothers and sisters, before the problem come to you, God has already seen the problem and he warns you and he tells you, move this way, move away from this way, because that is not the route for you. This is the route or the route for you. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ നമ്മൾ പറയുന്നതിന് മുമ്പേ അവൻ കാണുന്നു, അവൻ ഇൻസ്ട്രക്ഷൻ തരുന്നു. അത് നമ്മൾ ഏറ്റെടുത്താൽ അതിന് വലിയ വിടുതൽ പെട്ടെന്ന്. And I thank God because we all are being trained into keeping that clear, the channel clear. ആമേൻ. ആ ചാനൽ എല്ലായ്പ്പോഴും അത് നേരെയായിരിക്കാൻ ദൈവം നമ്മളെ പഠിപ്പിച്ചു. The second problem, രണ്ടാമത്തെ കാര്യം, what if the consular office is not willing? ആമേൻ. ആ കൗൺസിൽ ഓഫീസ് നമ്മുടെ മെസ്സേജ് എടുക്കുവാൻ അല്ലെങ്കിൽ ആ മെസ്സേജ് എടുക്കുവാൻ അതിന് താല്പര്യമല്ല. Now that is possible, that can happen in India or Africa or places like that, not in America. അത് അമേരിക്കയിൽ അങ്ങനെ സംഭവിക്കത്തില്ല, മറ്റുള്ള ദേശങ്ങളിൽ അങ്ങനെ സംഭവിക്കും. Because all the offices are professionally trained. ആമേൻ. ഇവിടെയുള്ള എല്ലാ ഓഫീസുകളിലെ ആൾക്കാരും വളരെ ഒഫീഷ്യലായിട്ട്, Especially in government things. ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക്, Even if they are going to retire tomorrow, they will be professionally active on the last day of their work. ആമേൻ. അവർ നാളെ റിട്ടയർ ചെയ്യാൻ പോകുന്നെങ്കിലും അവസാന നിമിഷം വരെയും അവരുടെ ജോലി വിശ്വസ്തയോടെ കൈകാര്യം. But we can't say the same thing about other countries. എന്നാൽ നമ്മുടെ നാടുകളിലോ നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലോ അങ്ങനെ എല്ലാവരും ആദ്യത്തിൽ, If they are going to retire, they will take long leave for 1 year. ആമേൻ. അവരെ പിന്നെ റിട്ടയർമെന്റ് ആകുന്ന സമയത്തിന് ഒരു വർഷം മുന്നേ Anyway, I am going to retire. അവരെ ഞങ്ങൾ റിട്ടയർ ചെയ്യാൻ പോവാണ്. So I will rather not, I'll give it to some under secretary, somebody. ആമേൻ. ഞാൻ വെക്കേഷൻ എടുത്ത് കുറെ സന്തോഷിക്കാം, അത് മറ്റുള്ളവരെ ഏൽപ്പിക്കും. Precious saints, attitude. ആമേൻ. നമ്മുടെ Manobhav. Our attitude must be perfect. നമ്മുടെ മനോഭാവം എപ്പോഴും ദൈവത്തിന്റെ. Something is coming to me very powerfully. Listen carefully. I know you're listening. Are you with me? Amen. The minute your prayer goes, immediately an answer is coming. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് നേരിട്ട് ചെല്ലുമ്പോൾ അന്നേരം തന്നെ മറുപടി. But we all have been trained to think, okay, ദൈവം പ്രവർത്തിക്കും. That attitude has been inside us for a long time. Today, not only all of us need to break that. The minute you pray, he is speaking.
ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലതൊക്കെ നമ്മുടെ അനുഭവത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഉടനെ അതിന് മറുപടി ലഭിക്കുമെന്നുള്ള ചിന്ത നമ്മെ അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് We are used to that attitude. നമ്മൾ ആ വിധത്തിലുള്ള ചിന്തയിൽ നമ്മൾ ആയിപ്പോയി. For example, people pray for us. ആമേൻ. നമ്മൾക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കും. And then they say, എന്നാൽ അവസാനം പറയുന്നത്, they said, yeah, God will lead us. ആമേൻ, ദൈവം നമ്മെ അതിനായിട്ട് നയിക്കും. God will take care of us. അത് നമ്മളെ ദൈവം നമ്മളെ He's a good God. നമ്മുടെ ദൈവം നല്ലവനാണ്. God will not let you down. കർത്താവ് നമ്മളെ താഴെ. You use that attitude for somebody who's hungry for answers. ആമേൻ. പെട്ടെന്ന് ഉത്തരം ലഭിക്കേണ്ട ചില വ്യക്തികളോടായി ഇങ്ങനെ പറയുന്നെങ്കിൽ, Suppose somebody is desperately looking for an answer. വളരെ പെട്ടെന്ന് ഇപ്പോൾ ലഭിക്കേണ്ട ഉത്തരത്തിന് വേണ്ടി But കാത്തിരിക്കുന്നു. your mindset has been so trained. Yeah, you are praying. You are good people. God will answer. That mindset has to be broken. My God will answer prayers immediately. ആമേൻ. ഹല്ലേലൂയ. നമ്മളുടെ കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉത്തരം തരുമെന്നുള്ള ഉറപ്പ് നമ്മളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. You may ask me, Pastor, can our mindset stop the answers of God? നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാൻ കഴിയും, നമുക്ക് ചോദിക്കാൻ കഴിയും, ദേവദാസനെ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് ആ ഉത്തരം ലഭിക്കാതിരിക്കാമോ? Hallelujah. I'm telling you something which happened in my life. ആമേൻ. എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില കാര്യങ്ങൾ പറയട്ടെ. God can use certain situations of your life to make your mind and my mind more active. For that reason, He may stop a prayer or an answer just to show us, I need a better attitude from you. This happened to us. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം തരാതെ അത് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതിന് Before we came to the US, അവൻ ദേവദാസൻ അമേരിക്ക വരുന്നുണ്ട്. we sent all the required papers. അവൻ നമുക്ക് ഒരുപാട് പേപ്പേഴ്സ് വർക്ക്. I was taking it in, remember Reena, I was taking in a chalta hai attitude. ആമേൻ. ദേവദാസൻ അത് ഒരു ലാഘവത്തോടെ എടുത്തു. I didn't care. അതിനെ We will go. നമ്മൾ പോകുമെന്ന് All our papers are right. എല്ലാ പേപ്പറും But I was busy there every day, deliverance or teaching or preaching or running around with my pastor or something like that. I was okay. ആമേൻ. തന്റെ മിനിസ്ട്രിയോടെ ഉള്ള ബന്ധത്തിൽ തന്നെ ഓടി നടക്കുക. But my dad was not okay. അത് My father, Papa was not okay. ഇവിടുന്ന് പപ്പായ്ക്ക് സന്തോഷമല്ലായിരുന്നു. അത് അങ്ങനെ നടക്കുന്നതിൽ സന്തോഷം. He called me. He won't get me on the phone, mobile phone. ആമേൻ. അതായത് മൊബൈൽ ഫോൺ കിട്ടത്തില്ല. So he called Reena. റീനയെ വിളിച്ചു. Mole, did the papers come? പേപ്പർ വന്നില്ലല്ലോ. Did the visa come? നിന്റെ വിസ I am waiting for you. നിങ്ങൾക്ക് വേണ്ടി അവിടെ എത്തി. Then Reena said, Papa, I don't know. Shichan doesn't seem to be wanting to come at all. You know. And then Reena said, Shicha, why don't you do something about it? The visa has to come. ആമേൻ. വിസ വരേണ്ട സമയമായി. അതിന് വിസ വന്നോ എന്ന് ചോദിച്ചു. I said, it will come, Reena. ആമേൻ. എന്നിട്ടും ദേവദാസൻ പറയുന്നത് റീന അത് വരും. Because I believe. ഞാൻ വിശ്വസിച്ചു. Because I got prophecy, I'm coming here. പ്രവചനത്തിൽ കൂടെ എനിക്ക് ലഭിച്ചു, ഞാൻ ഇവിടെ വരുന്നു. Who cares when it will take place? അത് എത്ര നാൾ കൊണ്ട് അത് എടുക്കുന്നത്. But God wanted me to come here urgently. ആമേൻ. ഏറ്റവും എളുപ്പം ഇവിടെ വരണമെന്ന് That God knew. അത് ദൈവത്തിന് അറിയാം. But one day, ഒരു ദിവസം close friends of ours came. You know, Joe. ജോ. Okay, Joe and his wife Ansi came and visited us. Ansi, wife in the bed. So Reena said, Joe, please pray. ജോയിനോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I said, okay, Joe, if you want to pray. That is my attitude. ആമേൻ. ജോയോട് ദേവദാസൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. Then when Joe and Ansi prayed, they said, Shiju, your attitude, you don't seem to want it. You pray. Lord, I want it now. It's going to happen. ആമേൻ. ജോ ദേവദാസനോട് പറഞ്ഞു, ദേവദാസൻ ഇപ്പൊ ഉടനെ വേണമെന്നില്ല, പക്ഷെ ദേവദാസൻ ഇപ്പൊ പ്രാർത്ഥിക്കണം, എനിക്കത് വേണമെന്നുള്ളത്. 3 days later or 2 days later, the visa came. 2-3 ദിവസത്തിനുള്ളിൽ that sent me, Narina, something like that. That sent me an understanding of how God was shaping me up. ആമേൻ. അവിടെ ദൈവം എന്നെ ഏത് വിധത്തില് രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ ചേഞ്ച് ചെയ്യുന്നുള്ളത് അവിടെ പഠിക്കുവാൻ. What is the attitude that I had to have? ഏത് മനോഭാവമാണ് എനിക്ക് ഉണ്ടാകേണ്ടത്. As soon as you pray, my brothers and sisters, expect it to happen. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉടനെ ലഭിക്കുമെന്ന് വിശ്വസിക്കും. If it doesn't happen, ask God. I asked you, Lord. I asked you. I am believing. Where is it?
ആമേൻ. നമുക്ക് ഉടനെ ഉത്തരം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ കർത്താവിനോട് ചോദിക്കാം, എന്താ കർത്താവ്? Do not let people tell you, oh, maybe it is your problem. Maybe it is your sin. Maybe you are not up to the mark. Maybe it is your sin 40 years ago. We are under grace and all those things have been taken care of. Amen. When you ask, your heavenly daddy is giving. ആമേൻ. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ഉത്തരം തരാൻ റെഡിയാ. പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. But yeah, we have to repent about our attitude. Change our mindset. Amen. എന്നോട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സ്വഭാവത്തെ കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച്, കർത്താവേ എന്റെ മനസ്സ് നീ മാറ്റണമേ, എനിക്കിപ്പോൾ അതിന് മറുപടി കാണണമെന്നുള്ള ആ ആറ്റിറ്റ്യൂഡോടി പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധി. എന്നിട്ടും കണ്ടില്ല, പിന്നെ ചോദിക്കണം. Even if you don't see it, ask again, Lord, you said. കർത്താവേ നീ പറഞ്ഞതാ, എന്തുകൊണ്ട് എനിക്ക് ലഭിക്കുന്നില്ല? Hallelujah. വീണ്ടും ചോദിക്കണം. Hallelujah. So we need to change our mindset. ആമേൻ. നമ്മുടെ മനസ്സാണ് മാറ്റം. Are you ready to change? ഞാൻ പറഞ്ഞ ചില കൈപ്പയ്ക്ക നമ്മൾ മാറുന്നു പറയുമ്പോൾ നമ്മുടെ മുഖം പാടും. നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവം മാറണമെന്ന് പറയുമ്പോൾ But I want you to be people who begin to receive what God has kept for you immediately. ആമേൻ. നമുക്ക് ലഭിക്കാനുള്ളത് ഏറ്റവും എളുപ്പം ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോൾ കിട്ടുവാൻ തക്കവണ്ണം നമ്മൾ വിശ്വാസം. Imagine Jesus. ആമേൻ. യേശുവിനെ നമ്മൾ He goes to Bethany. ബെഥനിക്ക് പോകുന്നു. Jesus says, let us fast for 40 days. 40 God may raise up Lazarus. ദൈവം ലാസറിനെ ഉയർപ്പിച്ചേക്കാം. Is that the faith of Jesus? അതാണ് കർത്താവിന്റെ വിശ്വാസം. Jesus said, Mary and Martha, stop telling me doctrine. We are going to see action. ആമേൻ. വാർത്തയോട് പറഞ്ഞത് നിങ്ങളുടെ ഡോക്ടറൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ എന്റെ ആക്ഷനായിട്ട് എന്റെ പ്രവർത്തിക്കാണ് പോകുന്നത്. We have the right doctrine, we have the right action. ആമേൻ. നമുക്ക് ശരിയായ ഉപദേശവുമുണ്ട്, അതിന്റെ ശരിയായ പ്രവൃത്തിയുമുണ്ട്. Hallelujah. Now let me tell you about Smiths. സ്മിത്തിനെ കുറിച്ച് വീണ്ടും പറയട്ടെ. Smiths raised up 17 people. സ്മിത്ത് 17 പേരെ ഉയർപ്പിച്ചു. One day he raised up a particular man like this. ഇതുപോലുള്ള ഒരു മനുഷ്യനെ പ്രത്യേകമായിട്ട്. I think everybody was in that funeral home. ഫ്യൂണറൽ ഹോമിൽ ഇരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. Smith came and picked up this fellow, dead body. ഡെഡ് ബോഡി അവിടുന്ന് ഫ്യൂണറൽ ഹോമിൽ എടുത്തു. Yes, he took the dead body and placed it against the wall. ആമേൻ. ആ ഡെഡ് ബോഡി എടുത്തിട്ട് വാളിനെ ചാരി നിർത്തി. He began to beat the dead body. ആമേൻ. ആ ശരീരത്തിൽ താൻ അടിക്കാൻ. He said, wake up in the name of Jesus. ആമേൻ. താൻ വിളിക്കാൻ തുടങ്ങി, wake up, ഉണർന്നു വാ. Nothing happened. As soon as he took his hand, the body fell down. ആമേൻ. അദ്ദേഹം തന്റെ കൈ വിട്ടപ്പോൾ ബോഡി വീഴാൻ തുടങ്ങി. Again he put the dead body against the wall. ആമേൻ. വീണ്ടും അദ്ദേഹം ആ ശരീരത്തെ വാളിനോട് ചേർത്ത്. He beat it a couple of times. രണ്ട് മൂന്ന് പ്രാവശ്യം the dead body fell down. വീണ്ടും അത് താഴെ വീണു. The third time he lifted it up. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഉയർത്തി. He pushed and beat and said, get up. The third time they both walked out together. ആമേൻ. മൂന്നാമത്തെ പ്രാവശ്യം താൻ ശരീരത്തെ ഒരുപാട് പ്രാവശ്യം ശക്തിയോടെ അടിച്ച് കഴിഞ്ഞപ്പോൾ താനെ ജീവൻ വെച്ച് അവർ രണ്ടുപേരും കൂടെ നടന്നു പോകും. ഏതായാലും ഉടനെ നിങ്ങൾ ആരും ഫ്യൂണറൽ ഹോമിൽ പോകണ്ട. Glory. Hallelujah. What do you think made Smiths to do that? He was in connection with God. His name, through his name, raised up the dead. Amen. കർത്താവുമായിട്ടുള്ള ആ നിരന്തര ബന്ധം എപ്പോഴും ബന്ധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് his attitude began to change. അദ്ദേഹത്തിന്റെ ഓരോ നിമിഷം ബോഡി അനങ്ങാതിരിക്കുമ്പോൾ തന്റെ ആ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും. His attitude was a burning attitude, live attitude. ആമേൻ. അത് കർത്താവിന്റെ അതേ ആത്മാവിന്റെ ശക്തി തന്നെ വ്യാപരിച്ച് താൻ അത് ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പ് ആ ശക്തി അവന്റെ മേൽ വ്യാപരിച്ചത്. Hallelujah. He was sharp. Yes, the Holy Spirit through him works things. Amen. പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വസിക്കുന്നവരിൽ കൂടെ വലിയ ശക്തിയോടെ അത് ചെയ്യും. That power, God wants you to have that attitude, that setup, that connection link. ആമേൻ. അതുപോലെയുള്ള കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ദൈവം നമ്മളെക്കുറിച്ച് ദൈവമക്കളെക്കുറിച്ച്. Shall I tell you a small secret? This is only for us in the church. ആമേൻ. നമ്മുടെ വിശ്വാസത്തിലുള്ള നമ്മളെ ഈ ചർച്ചിൽ മാത്രമേ ഉള്ളൂ. And everybody who is listening. When sometimes the Holy Spirit, it is going to increase, begins to work, anybody standing here can work, can preach, can do miracles. നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൈവത്തിന്റെ അതുപോലെയുള്ള ടച്ച് അല്ലെങ്കിൽ ആ കണക്ഷനിൽ നിൽക്കുന്ന ആര് നിന്നാലും ഈ ദിവസങ്ങളിൽ ചെയ്തതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ His power through his address. ആമേൻ.
ദൈവത്തിന്റെ നേരിട്ടുള്ള കണക്ഷൻ ആരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വ്യാപരിക്കുന്നോ അത് മുഖാന്തരം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവോടെ. Whether I do it ഒരു ദേവദാസൻ ചെയ്യാൻ or you do it, നമ്മൾ we all are agreed his name is going to be lifted up. ആമേൻ. നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രഖ്യാപിക്കുന്ന കർത്താവിന്റെ നാമമാണ്. So you stand under the line of action. ആമേൻ. നമ്മളെ കർത്താവിന്റെ ആ ലൈനിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ and then things begin to happen because he is working through us. ആമേൻ. ദൈവം തന്നെ നമ്മളിൽ കൂടെ നമ്മളെ ഉപയോഗിച്ച് നമ്മളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. I am seeing God doing things. ആമേൻ. ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു. I see power coming through me. ആമേൻ. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ I make it a point to stand under his exact point all the time. ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്ന ആ പോയിന്റിൽ തന്നെ നിൽക്കുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. Now you got me. ആമേൻ. Hallelujah. ആമേൻ. You come under the exact firing line of God. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വരുന്ന ആ ഭാഗത്ത് നമ്മൾ നേരെ Imagine being a gun in the hand of Jesus. ആമേൻ. യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ടെന്ന് വിചാരിക്കുക. Imagine you being a gun in his hand. ഓക്കേ. യേശുക്രിസ്തുവിന്റെ കരത്തിലെ ഒരു തോക്കാണ് നമ്മളാണെന്ന് വിചാരിക്കുക. Jesus says, I'm going to destroy that territorial spirit in that family now. Are you ready? ആമേൻ. നിന്നിൽ കൂടെ ഞാൻ ആ ഭവനത്തിലെ ദേശാധിപതിയെ തകർക്കാൻ പോയാ. Are you ready? നീ റെഡിയാണോ? Yes Lord, fire. യേശു കർത്താവേ നീ അവിടുന്ന് അതിനെ വെടിവെച്ച് കർത്താവേ തകർത്തേ. But supposing we say, ആമേൻ, നമ്മൾ എന്തെങ്കിലും Lord, I have prayed for so many years, nothing is. ആമേൻ. ഞാൻ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചതാ, ഒന്നും സംഭവിച്ചില്ല. I've been surprised. ആമേൻ. അങ്ങനെ നമ്മൾ I've seen how sisters say, എന്റെ പാസ്റ്റർ ഇതൊക്കെ നടക്കുന്നവല്ലോ ആണോ? Do you think these things will take place? They are far away from the power of God. They don't understand ABCD of the God wanting to help their entire family. ചില സഹോദരിമാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്നതാണോ? എന്നാൽ അത് ഉള്ള സത്യം പറഞ്ഞാൽ നമ്മൾ because they like this lifestyle of all the time praying for something. ആമേൻ. നമ്മുടെ നിരന്തര പ്രാർത്ഥനയുടെ ആ ഒരു സന്തോഷം അതിലങ്ങനെ ലയിച്ചു പോകുന്നു. എന്റെ പൊന്നു ദൈവമക്കളെ, we have other things to pray for. ആമേൻ. നമുക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. First our Jerusalem. ആമേൻ. നമുക്ക് യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിക്കാം. We have to see that happening. അവിടെ സംഭവങ്ങൾ ദൈവം We see what God has done in our Jerusalem. ആമേൻ. നമ്മുടെ യെരൂശലേമിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നമ്മൾ കാണും. Then we go to Yehuda, Judea. അതിനുശേഷം There also God is going to show us that he can do. ആമേൻ. അവിടെ ദൈവം എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മളെ കാണിക്കും. It is God. It's all God. ആമേൻ. എല്ലാ കാര്യങ്ങളും ദൈവത്താൽ ചെയ്യപ്പെടുന്നത് ദൈവം ചെയ്യുന്നു. Our heart must be filled with the right attitude and the right faith. ആമേൻ. നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ കൂടെ അവൻ ആഗ്രഹിക്കുന്നതിനോട് ചേർന്ന് അവനിൽ തന്നെ നമ്മളായിരിക്കണം. We must be in the line of fire. ആമേൻ. നമ്മളെ കർത്താവിന്റെ ആ തീന്റെ ആ ലൈനിലായിരിക്കണം. Let me tell you something. ഒരു കാര്യം പറയട്ടെ. God does not desire destruction in your life. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നാശത്തിന് വേണ്ടി ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. God does not want you to be in poverty. ആമേൻ. നമ്മൾ ഒരിക്കലും ദാരിദ്ര്യത്തിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God wants all our children to be better than what we are. ആമേൻ. നമ്മുടെ തലമുറകളെല്ലാം നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന. If any man of God or woman of God or somebody in the church comes and tells you, I don't think your children will really be, coming to the top. Tell them to get out of your house in Jesus' name. Amen. നിങ്ങളുടെ ഭവനത്തിൽ വന്ന് ആരെങ്കിലും പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും വന്നാൽ അവരെ അന്നേരമേ ഗെറ്റ് ഔട്ട് പറയണം. Tell in your heart. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം, God gave me children. Who are you to decide the limits for my children? ആമേൻ. എൻ്റെ ദൈവം എനിക്ക് തന്നെ എൻ്റെ കയ്യിൽ തന്ന കുഞ്ഞുങ്ങളാണ്, അവരെ കുറിച്ച് തീരുമാനിക്കുന്നത് എൻ്റെ ദൈവമാണ്. There is a God, an unlimited God and an unlimited power. Where is that God that I serve? ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ സമർത്ഥി അല്ലെങ്കിൽ അത്യുന്നതനായ സർവശക്തനായ ദൈവത്തെ ഞാൻ സേവ് ചെയ്ത് ആ ദൈവം എവിടെയാണെന്ന് എനിക്ക് അറിയണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സത്യ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുഞ്ഞിന് പരിമിതി പറയാൻ നീ ആരാടാ? Who are you to set a limit for my child? ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ലിമിറ്റ് പറയുവാൻ, അതിന് പരിധി വെക്കുവാൻ വേറെയുള്ളവർക്ക് യാതൊരു അവകാശവുമില്ല. നടക്കും. It will happen. ആമേൻ. അത്
ദൈവത്താൽ സകലം നടന്നിരിക്കും. Hallelujah. Let not the devil set a limit for your children or my children. ആമേൻ. നമ്മുടെ ആരുടെയും കുഞ്ഞുങ്ങളുടെ മേൽ ശത്രുവിന്റെ ഒരു ശബ്ദവും നിൽക്കുവാൻ ഇടയാകരുത്. Don't listen to his words. ആമേൻ. അവന്റെ യാതൊരു ശബ്ദത്തിനും ചെവി കൊടുക്കരുത്. He likes to put us in the grave. ആമേൻ. അവന്റെ ആഗ്രഹം എപ്പോഴും നമ്മളെ കുഴിയിലിട്ട് അടയ്ക്കാനാ. But God's desire is to raise us up. കർത്താവിന്റെ ഇഷ്ടം നമ്മളെ എല്ലായ്പ്പോഴും ഉയർത്തെഴുന്നേൽപ്പിക്കാനാ. The devil says, be humble. ആമേൻ. ശത്രു പറയും നിങ്ങൾ താഴ്മയുള്ള. Tell him to shut up. ശത്രുവിനോട് പറയണം. Tell him I have the humility of Jesus. ആമേൻ. യേശുവിന്റെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. That is why the death could not hold him down. ആമേൻ. അതുകൊണ്ടാണ് ഗ്രേവിനെ അല്ലെങ്കിൽ മരണത്തിന് അവനെ ഒതുക്കാൻ കഴിയാതെ. That is why God raised him up. അതുകൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയത്. Right now in Jesus' name. ഈ സമയത്ത് I want the people of God to come under the fire of power, line of fire, in the name of Jesus. ഈ സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ഈ മൺകൂടാരങ്ങളിൽ വന്ന് പാറയ്ക്കട്ടെ. When the power increases in your heart, ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവേ നിന്റെ ശക്തി when the power increases in your heart, നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഹൃദയത്തിലെ ദൈവത്തിന്റെ വിശ്വാസം according to the power, he begins to answer your prayers. അവന്റെ ശക്തിക്ക് ഒത്തവണ്ണം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകുന്നു. Let the ability of God come inside your heart today more. അവൻ ഇന്ന് രാത്രികാലത്ത് ദൈവത്തിന്റെ വലിയ ക്രിയകൾ ചെയ്യുവാനുള്ള ശക്തി I can say I can do all things through Christ who strengthens me. ആമേൻ. കർത്താവിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. I can pray more according to the power of God in me. എന്നിലുള്ള ദൈവത്തിന്റെ ശക്തി പ്രകാരം എനിക്ക് വളരെ ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. I'm going to heal some people according to the power of God. ഞാൻ ചിലരെയൊക്കെ ദൈവത്തിന്റെ ശക്തിയാൽ സൗഖ്യമാക്കുവാൻ പോകുന്നു. The devil said your family is finished. നിന്റെ കുടുംബം നശിച്ചു എന്ന് ചിലപ്പോൾ പിശാച് നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബം തകർന്നു. But you will say no, my family is being resurrected in the name of Jesus. ആമേൻ. എൻ്റെ കുടുംബം നശിക്കത്തില്ല. കർത്താവിൽ എൻ്റെ കുടുംബം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. Because his power is increasing in me. ആമേൻ. അവന്റെ ശക്തി എന്നിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Yes, his power can increase in you. ആമേൻ. നമ്മളിൽ ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുവാൻ Like a well, the water can increase in your heart. ഒരു കിണർ പോലെ കിണറിലെ വെള്ളം പോലെ നിങ്ങളുടെ ഉള്ളിലത്തെ ആത്മീയ ശക്തി വളരുവാൻ വർദ്ധിക്കുവാൻ സാധിക്കും. He's a good father. ആമേൻ. ഇത് നല്ല പിതാവാണ്. And he wants to see his power increasing in you. ആമേൻ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വർദ്ധിക്കുന്നത് ദൈവത്തിനെ കാണുവാൻ He is not a miser. ആമേൻ. ഒരു വിശുക്കനല്ല. He does not give the spirit in measure. ആമേൻ. ഒരു പരിശുദ്ധാത്മാവിനെ ഒരല്പമായിട്ടല്ല നമുക്ക് തരുന്നത്. But he gives plenty. ആമേൻ. അവന്റെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് എല്ലാം പകർന്നു തരുന്നു. My children, it is mine. Take. ആമേൻ. ദൈവം പറയുന്നത് എന്റെ മക്കളെ നിങ്ങളിത് എന്നിൽ നിന്ന് എടുത്തുകൊള്ളുക ആവശ്യം പോലെ എടുത്തുകൊള്ളുക. Hallelujah. ആമേൻ. ഹല്ലേലൂയ. In Jesus' name. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Praise the Lord. Mani, can you put it off for a minute? I'm going to say something. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. Okay. സ്തോത്രം. പെട്ടകത്ത് ശിഖരങ്ങളെ. I'm going to pray for you for a particular thing. Paranote about this. Is it off? Because ആത്മീയ ശക്തി വർദ്ധിക്കണം. Hallelujah. Amen. Praise the Lord. Amen. Hallelujah. To increase, what must I do? ആമേൻ. ആത്മീയ ശക്തി വർദ്ധിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? Oh, praise God. Acts 2:38. ആമേൻ. അപ്പോസ്തലർ 2:38. You should repent. നമ്മുടെ കുറവുകളെ ഏറ്റു പറയണം. You should be baptized. വിശ്വാസ സ്നാനം ഏറ്റെടുക്കണം. And you shall receive the Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. You have repented. ആമേൻ. നമ്മൾ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു. You have baptized. നമ്മൾ വിശ്വാസ സ്നാനം ഏറ്റെടുത്തു. And you have the power of God. ദൈവത്തിന്റെ ആത്മാവ്. But now listen, we are coming to the final part of the message. ആമേൻ. അതിന്റെ അവസാന വചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരിക. Do you see something here? ആമേൻ. എന്തെങ്കിലും നിങ്ങൾ കാണുന്നുവോ? Lift your hands and praise God. ആമേൻ. ഹല്ലേലൂയ. That is our God. സ്തോത്രം. ദൈവം Live demonstration. മഹത്വം. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Listen to me carefully now. ആമേൻ. If you are praying for something, ആമേൻ. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. in that particular area, ask God, Lord, is there some special repentance I need to do concerning that? കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലെ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിന്റെ സന്നിധിയിൽ ഏറ്റുപറയേണ്ടതുണ്ടോ? If I am praying for a particular thing,
ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. In that particular reason area, is there something I need to repent? അവന് ആ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ എനിക്ക് എന്തെങ്കിലും നിന്റെ സന്നിധിയിലെ ഏറ്റുപറയേണ്ടതുണ്ട്. Then say that immediately. അതെന്നാൽ ഉടനെ അതിന് Then the power of God will come upon you in that particular area. ആ ഭാഗത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയും. Maybe you said words of negative faith. വിശ്വാസത്തിൽ നമ്മൾ നെഗറ്റീവായിട്ട് Oh, സംസാരിച്ചു. praise God. Hallelujah. Ask God forgiveness. അതിനുവേണ്ടി ദൈവസന്നിധി നമ്മൾ ഏറ്റുപറയണം. Maybe you prayed, നമ്മൾ പ്രാർത്ഥിച്ചു. but when you got up from prayer, നമ്മള് പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ you said negatively. നമ്മള് അറിയാതെ നമ്മുടെ നെഗറ്റീവായിട്ട് You were talking to your brother or sister. നമ്മുടെ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ And you said, yeah, I prayed, but you know, that attitude came from you. ആമേൻ. നമ്മുടെ മനസ്സിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ള ലാഘവത്തോട് Lift your hands and praise God. Oh, glory. നമ്മുടെ കർത്താവ് ആരാ? Hallelujah. So right now when you repent, the power of God will come upon you. ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Now the level of power in your heart is more. ആമേൻ. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ ജീവിതത്തിലുള്ള എല്ലാ ദൈവത്തിന്റെ ശക്തി വർദ്ധിച്ചു വരും. Oh, glory. ആമേൻ. And God answers your prayer according to the power in you. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ദൈവത്തിന്റെ വിശ്വാസത്തിൽ നമ്മുടെ ശക്തി വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഉത്തരം അന്നേരം തന്നെ ലഭിക്കും. Hallelujah. ആമേൻ. Is there power in your heart? Is there power in your heart? Is there power in you? Is there power in your heart? അച്ഛനെ വെളിപ്പാട് കിട്ടി. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ശക്തി ഉണ്ടോ? Are you lacking power in that particular thing? ആ പ്രത്യേക കാര്യത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളുടെ പൂർണ്ണ വിശ്വാസവും അതിന്റെ ശക്തി വ്യാപരിക്കുന്നു. That full faith comes through the power of God. ആമേൻ. അത് വിശ്വാസത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മീയ ശക്തിയാലെ നമ്മൾ അതിനെ ഉറപ്പിക്കുന്നു. Today God is sending power into you. If you are willing to ask God forgiveness or set right certain matters, He sends His power on you. ആമേൻ. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കാണിച്ചാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കൺഫസ് ചെയ്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് മറുപടി. Glory, what an amazing thing that is. Hallelujah. Do you see how God is working? Oh, hallelujah. Hallelujah. Yes, this is a message for grown up Christians like you. Amen. ഇത് നിങ്ങളുടെ വളർച്ച പ്രാപിച്ച മക്കൾക്ക് വേണ്ടിയുള്ള. Oh, glory. Did you listen to the translation? Lift your hands and praise God. Oh, Jesus, you are an amazing God. Hallelujah. 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 Praise God. Yes, increase in power. Amen. ദൈവ ശക്തിയിൽ ആത്മീയ ശക്തിയിൽ വളരുക. Increase in power. വർദ്ധിച്ചു വരിക. Ask Him for more power. യേശുവിന്റെ ശക്തിയിൽ വർദ്ധിച്ചു വരിക. Be strong in power. ആമേൻ. കർത്താവിനോട് ചോദിക്കുക അതിൽ വളർന്നു It is വരുവാൻ. through the power of God that your faith is increasing. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തി വളർന്നു വന്നുകൊണ്ടേയിരിക്കും. Hallelujah. Through the power of God. യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ. How do I know this? ആമേൻ. ഇതെങ്ങനെ മനസ്സിലാകും? Paul said, പൗലോസ് പറഞ്ഞു, your faith must be dependent on the power of God, not on words. ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ ആത്മാവിൽ ആയിരിക്കുന്നത് വർദ്ധിച്ചു വരുവാൻ നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ടല്ല, but through the power of God. നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയാൽ മാത്രമാണ്. That is why precious saints receive the power of God. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നത്. More than you ask and think. More than you ask and think. ആമേൻ. നിങ്ങൾ ചോദിക്കുന്ന നിലയ്ക്കുന്നതിന് അത്യന്തപരമായ more power is coming to this church. ആമേൻ. അതേ ശക്തി നിങ്ങളുടെ സഭയുടെ മേൽ വരുന്നു. The power is lifting you up. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളെ ഉയർത്തുന്നു. You have the Holy Spirit in you. ആമേൻ. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. Today receive the power. ആമേൻ. വീണ്ടും അതിനെ ശക്തിയോടെ ഏറ്റെടുക്കുക. Oh, faith is increasing. ആമേൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. With a great faith pray, things will happen. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുക തന്നെ ചെയ്യുന്നു. Oh, glory, what an amazing thing. Julie, lift your hands. Amen. In the name of Jesus. Amen. Ask for a fresh touch of the Lord.
How many of you know the power is increasing in you? ആമേൻ. എത്ര പേർക്ക് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നത്? Yes. When you think of power, you think of falling down. Enough. You are people of grace. We are not talking about falling down. We are talking about the power of God coming into you. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ശക്തിയോടെ വരുന്നതുകൊണ്ട് ഉരുണ്ട് വീഴുവാനല്ല, ദൈവം നിങ്ങളെ ശക്തിയോടെ ബലപ്പെടുത്തി നിർത്തുവാനാ. God said, God told his disciples, Jesus told his disciples, when the Holy Spirit comes upon you, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you shall be witnesses. നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. If people fall down, it is another reason. ആമേൻ. ആൾക്കാർ താഴെ വീഴുന്നെങ്കിൽ അതിന് വേറെ കാരണമുണ്ട്. But tonight, let the power of God come upon you. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. And something new happen to you. പുതിയതായിട്ട് പുതിയ May you speak in new tongues. ആമേൻ. പുതിയ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാൻ May utterances come towards you. ആമേൻ. അതിന്റെ നിങ്ങളെ ഉച്ചാരണങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. Oh, glory. സിസ്റ്ററെ, ശക്തി അങ്ങോട്ട് വ്യാപരിക്കുകയാണല്ലോ. ആമേൻ. In the name of Jesus. ഒരുപാട് നാള് കാത്തിരുന്ന ഒരു താക്കോല ഇന്ന് അങ്ങോട്ട് വെളിപ്പെട്ട് വന്നില്ലേ? യേശുവിന്റെ നാമത്തിൽ കർത്താവേ, വെളിപ്പാട് അവളുടെ കുടുംബത്തിന് ഒരു വിഷയമായി. ആ വിഷയത്തെ മാറ്റി യേശുവേ, ഇന്ന് രാത്രി അവളത് കാണുവാൻ, അവളിൽ കൂടെ ശക്തി പ്രവഹിക്കുവാൻ കൽപ്പിത വാക്കുകളായി, കൽപ്പനയുടെ വാക്കുകളായി, കമാൻഡ് ചെയ്യുന്നവളായി ഇന്ന് രാത്രി ആ ശക്തി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കും. അതിശക്തിയോടെ അതിശക്തിയോടെ പുറത്തു വരട്ടെ കർത്താവേ. When you speak the word of God, even without you laying hands on anybody, let people be healed. When you preach the word of God, let people automatically leave from wheelchairs. In the name of Jesus. When you preach the word of God, let people begin to come from here and there without you doing anything but preaching the word of God. The power of God is so powerful. Tonight ask. ആത്മാവിന്റെ അഭിഷേകത്തിനായി വീണ്ടും ആ ശക്തിക്കായി നമ്മൾ നിങ്ങൾക്ക് എന്താ വേണ്ട ചോദിക്കാം. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. Ask God whatever you want. It will come to you. Ask. Say, Lord, give me faith to ask. And give us the power to receive the faith. Oh, glory. ലിസിമ കൈ ഒന്ന് പൊക്കി താത്തോട്ടെ. കൈ പൊക്കി താഴോട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ മനസ്സിനകത്തുള്ള വേദന ഇപ്പൊ മാറുന്നു. In the name of Jesus. Because of the power of God. Because of the presence of God. ആ ഞരക്കൊക്കെ അങ്ങ് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. Let the groaning go away. In the mighty name of Jesus. എത്ര നാളെന്നുള്ളത് പറ. കർത്താവേ, ഇന്നത്തോടെ നിർത്തി. അത് അമ്മാമ പറയണം. കർത്താവല്ല പറയണ്ടേ, അമ്മാമ പറയണേ. കർത്താവേ, ഇന്നത്തോടെ ഞാൻ നിർത്തി. യെസ്, എന്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട്. ഞാൻ കൽപ്പിക്കുമ്പോൾ ചിലത് നടക്കും. എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ എന്റെ കുടുംബ സമാധാനത്തിന് വേണ്ടത് ഞാൻ ശാന്തമായി പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും. ദുരാത്മാക്കൾ വെറുതെ വിട്ടുപോകും. അവർക്ക് എന്നെ ഭയമാണ്. പറമേ, ദുരാത്മാക്കൾക്ക് എന്നെ ഭയമാണ്. യേശുവിന്റെ മേൽവിലാസം ഞാനാണ്. യേശുവിന്റെ നാമത്തിൽ ഞാനത് ഏറ്റെടുക്കുന്നു. ഞാൻ എന്റെ അപ്പന്റെ മകളാണ്. അവന്റെ ശക്തി, എന്റെ അപ്പന്റെ കഴിവ് എന്റെ മേലുമുണ്ട്. അതിനെ എതിർത്ത് നിൽക്കാൻ ആർക്കും സാധ്യമല്ല. വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. Thank you, Lord. Hallelujah. Oh, thank you. Children, you know, the Lord is putting this thought. Children, He is calling you children. മക്കളെ ഞാനല്ല പറയുന്നത്, എന്റെ ഉള്ളിലുള്ള എന്റെ അപ്പനാ പറയുന്നത്. Children, did you get the key today? How many of you really received it? Did you understand it here? Did you understand it here? Your daddy is going to make you open some doors. Amen. സ്വർഗീയ പിതാവ് ചില ആ താക്കോൽ കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ തുറക്കുവാൻ പോകുകയാണ്. You are a people of praise. ആമേൻ. നിങ്ങൾ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. That means, ആമേൻ, അതിന്റെ അർത്ഥം God will be happy that He called you into the kingdom. ആമേൻ. ദൈവം നിങ്ങളെ ഈ ദൈവരാജ്യത്തിലേക്ക് വിളിച്ചതുകൊണ്ട് അവൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ഈ ട്രാൻസ്ലേഷൻ വല്ലതും കേൾക്കുന്നു? ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. അമ്മാമയ്ക്ക് അത് മനസ്സിലായി. Oh, glory. Our God is a good God. Hallelujah. 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 സ്തോത്രം, സ്തോത്രം.
God is proud of you in one way. I'm saying in a human way. Our Father is very proud of you. ദൈവം നമ്മെ നോക്കി സന്തോഷിക്കുന്നു. Exactly. അതാ correct. Proud അല്ല, സന്തോഷി. He is joyful about you. നമ്മളെ കുറിച്ച് സന്തോഷിക്കുന്നു. He loves you. അവൻ നമ്മെ സ്നേഹിക്കുന്നു. Truly you are പ്രിയ മക്കളാ. You are precious to him. അവന്റെ പ്രിയ മക്കളായി നമ്മളെ കണ്ടിരിക്കുന്നു. Hallelujah. I'm going to pray, and then brothers, just go and give a hug to brothers. Sisters, today before you go and give a hug to one another. There is a power flowing when you do that. നമ്മള് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം സഹോദരന്മാരെയും സഹോദരിമാരെയും ചെന്ന് ഹഗ് ചെയ്യണമേ. Because of time, the song is coming to me. We will always be victorious. Jayam Jayam Kollunam. Hallelujah. Just one verse. Jayam Jayam Kollunna. Jayam Kollunna. യേശുവിന്റെ കോടിക്കീഴിൽ ജയം കൊള്ളുന്ന. ഓ യേശുവിന്റെ കോടിക്ക് ജയം കൊള്ളുന്ന. One more time. ജയം ജയ കൊള്ളുന്ന. ജയം കൊള്ളുന്ന. യേശുവിന്റെ കോടിക്ക് ജയം കൊള്ളുന്ന. യേശുവിന്റെ കോടിക്ക് ജയം കൊള്ളുന്ന. Father, we thank you. Daddy, we have received the key. Help us to use it and help us to unlock, Lord Jesus. Tonight, let everybody be free. And thank you for increasing the level of our anointing, increasing the level of our faith, increasing the level of the anointing. Lord, Daddy, I pray, this is my desire. Whatever you set me to do, let these people be also to do. Whatever they see me doing, let them see that Jesus is doing. Let us see what Jesus is doing and even do greater things. Let them also do greater things. Thank you because you desire your children. Nobody should be ashamed. Everybody, Lord. Everybody. They should do your works. We love you. കർത്താവേ, ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി അടിയൻ മലയാളത്തിൽ പറയട്ടെ. വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് കേട്ടല്ലോ. കർത്താവേ, യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുക. അടിയൻ ചെയ്യുന്നത് കാണുമ്പോൾ അതിന്റെ ശക്തി വ്യാപരിച്ചെടുത്ത് യേശുവിനെ നോക്കി വലിയ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ എന്ന് കർത്താവെ അടിയൻ പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. കർത്താവ് ചിലരോട് ഇടപെട്ട് പറഞ്ഞു, നിന്നെ ഇങ്ങ് താ. The Lord is telling some people, just give yourself to me. I love you so much. I won't let any harm come to you. Come on. Did you receive it? Say yes to Daddy. He is a loving Father. Thank you, Father. In Jesus' name we pray. Amen. 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 God bless each one of you.